താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിന്റെ നാമം ഉയർത്തുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടത്ത് അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പാട്ടുകളെ പാടി ലീഡ് ചെയ്യുവാൻ നിന്റെ മകൻ ഏബലിനെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചു നിൽക്കുന്നു. കൃപ നിറഞ്ഞവന്റെ കരങ്ങളിലേക്കെല്ലാം താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ടിരിക്കയാൽ സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന കേട്ടുത്തരമരലുമാറാകണമേ. ആമേൻ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ നമ്മളുടെ കർത്താവിൻ്റെ വലിയ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. നമ്മൾക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ലഭിച്ച ഈ അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. നമ്മൾക്ക് ചില പാട്ടുകളെ പാടി ദൈവത്തെ ആരാധിക്കാമായിരിക്കുന്ന ഇടങ്ങളിൽ മൈക്ക് മ്യൂട്ട് ചെയ്ത് അറിയാവുന്ന പാട്ടുകളാണെങ്കിൽ പ്രിയ മകൻ ഏബലിനോട് ചേർന്ന് നമ്മൾക്ക് കർത്താവിനെ പാടി സ്തുതിക്കാം. ഏബലിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ദൈവം തന്റെ മകനെ തന്റെ കൃപകളാൽ നിറച്ചിരിക്കയാൽ നമ്മൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഏബൽ എബ്രഹാം. താങ്ക് യു പാസ്റ്റങ്ങളെ. പ്രൈസ് ലോർഡ്. എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെ വന്ദനത്തെയും അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ മിനിസ്ട്രീസിൽ കടന്നു വരുവാൻ കർത്താവ് ഒരിക്കൽ നല്ല ഭാഗ്യ പദവിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. I have found a friend in Jesus. He's everything to me. He's the fairest of 10,000 to my soul. The lily of the valley, in Him alone I see. All I need to cleanse and make me fully whole. In sorrow is my comfort, in trouble He is my stay. He tells me every care on Him to roll. He is the lily of the valley, the bright morning star. He is the fairest of 10,000 to my soul. All my griefs was taken and all my sorrows borne. In temptation He is my strong and mighty tower. I have all for Him forsaken and all my idols torn from my heart, and now He keeps me by His power. Though all the world forsake me and search and tempt me so, through Jesus I shall safely reach the goal. He is the lily of the valley, the bright and morning star. He is the fairest of 10,000 to my soul. He is the lily of the valley, the bright and morning star. He is the fairest of 10,000 to my soul. Oh, He will never, never leave me, not yet forsake me here, while I live by faith and do His blessed will. A wall of fire upon me, I nothing not to fear. It is manna He my hungry soul shall fill, and sweeping up to glory to see His precious face. Through Jesus I shall safely reach the goal. He's the lily of the valley, the bright and morning star. He's the fairest of 10,000 to my soul. He's the lily of the valley, the
the bright and morning star. He is the fairest of 10,000 to my soul. I have found a friend in Jesus. I have found a friend in Jesus. He's everything to me. He's the fairest of 10,000 to my soul. He's the lily of the valley, the bright and morning star. He's the fairest of 10,000 to my soul. യേശുവിൽ എൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാമായവനെ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ. കരങ്ങൾ ഉയർത്തി. ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ. യേശുവിൽ എൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാമായവനെ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനായ കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ഒരു ഗാനം കൂടെ പാടി മഹത്വപ്പെടുത്താം. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ നമ്മെ നടത്തിയ ആ നാമമേ നമുക്ക് ചേർന്ന് പാടി നന്ദിയുള്ള ഹൃദയത്തോടെ കഴിഞ്ഞൊരു നാൾ മുഴുവനും നമ്മെ നടത്തിയ കർത്താവിന്റെ സ്നേഹത്തെ വർണ്ണിച്ചുകൊണ്ട്, കർത്താവിന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട്, ആ കർത്താവിന്റെ കരുതലിനെ ഓർത്തുകൊണ്ട് നമുക്ക് ചേർന്ന് പാടി മഹത്വപ്പെടുത്താം. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഉന്നം വെച്ച വൈരീൻ കണ്ണിൻ മുൻപിൽ പതറാതെ, ഉന്നം വെച്ച വൈരീൻ കണ്ണിൻ മുൻപിൽ പതറാതെ, കണ്ണിൻ മണി പോൽ കാക്കും കരങ്ങളാൽ നിന്നെ മൂടി
മറച്ചില്ലേ. കണ്ണിൻ മണി പോൽ കാക്കും കരങ്ങളാൽ നിന്നെ മൂടി മറച്ചില്ലേ. നീ എന്നെ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഇന്നയോളം തൻഭുജത്താൽ താങ്ങിയ നാമമേ. യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ. യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ. ഏലിയാവിൻ ഭൂതപ്പെവിടെ നിന്റെ വിശ്വാസ ശോധനയിൽ. ഏലിയാവിൻ ഭൂതപ്പെവിടെ നിന്റെ വിശ്വാസ ശോധനയിൽ. സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഇന്നയോളം തൻഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. നിനക്കെതിരായി വരും, നിനക്കെതിരായി വരും ആയുധം ഫലിക്കും. വിശ്വാസത്തോടെ ചേർന്ന് പാടാം. നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല. നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസരിൽ നീതിയവൻ. നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസരിൽ നീതിയവൻ. നീ എന്നെ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഇന്നയോളം തൻഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. നീ എന്നെ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഇന്നയോളം എന്നെ താങ്ങിയ നാമമേ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ. നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ. നന്ദി എന്നേശുപരാ. കൂരിരുൾ താഴ്വര അതിലുമെന്റെ പാതയിൽ ദീപമാ വന്നുവൻ. ധ്യാനത്തോടെ ചേർന്ന് കൂരിരുൾ
ഉയർത്തി നന്ദി 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 എൻ ദൈവമേ നന്ദി എന്നെ ശുപരാ. സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അല്പസമയം കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങൾക്കൊരുക്കിയ നല്ല സാവകാശത്തിനായ സ്തോത്രം. കർത്താവെ, ഈ വർഷം മുഴുവൻ കർത്താവ് ഞങ്ങളെ നടത്തിയ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് വർണ്ണിപ്പാൻ എണ്ണമില്ലാത്ത നന്മകൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞതിനെ ഓർത്ത് നന്ദി പറയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിന് നന്ദി പറയുന്നു. സകലമാനവും മഹത്വം അപ്പന് തരുന്നു. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷകളെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കുക. ഇന്ന് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ ദാസനെ ശക്തിയോടെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാടുവാൻ കർത്താവ് അടിയനെ സഹായിച്ചതിന് നന്ദി പറയുന്നു. സകല മാനവും മഹത്വവും പുകഴ്ചയും അപ്പന്. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ. ആമേൻ. താങ്ക് യു ഏബൽ. ദൈവം അനുഗ്രഹിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ നമ്മളുടെ കർത്താവിന്റെ നാമത്തിൽ വീണ്ടും ഒരിക്കൽ കൂടെ വന്ദനം ചൊല്ലുന്നു. 2025 അവസാനത്തെ വെള്ളിയാഴ്ചയാണിത്. നമ്മൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം കൃപകളെ കാണിച്ചു. നമ്മൾക്ക് അല്പസമയം പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കാം. പ്രത്യേകിച്ച് പ്രാർത്ഥനാ വിഷയങ്ങൾ, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളല്ലാതെ വേറെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒന്നും ഇല്ല. ശരീരസൗഖ്യമില്ലാതെ ഇരിക്കുന്നവരെ, ക്യാൻസറിനാൽ പ്രയാസപ്പെടുന്നവരെ, ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രിയ ബാബു വർഗീസ്, മിനിയുടെ പിതാവ്, തൻ്റെ കാലിലെ സ്റ്റിച്ചുകളൊക്കെ എടുക്കുവാനായി കടന്ന് പോയിരിക്കുന്നു. അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. പൂർണ്ണമായ റിക്കവറിക്ക് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ കോളേജിലും സ്കൂളുകളിലും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. യാത്ര ചെയ്യുന്നവരെ, ക്രിസ്മസിന്റെ സമയമാണ്, യാത്ര ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു പ്രിയ സ്നേഹിതൻ ന്യൂയോർക്കിൽ നിന്നും ഡാളസിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന പാതി വഴിയായിട്ടുണ്ട്. സ്നോ ബെൽറ്റ് ഒക്കെ കഴിഞ്ഞ് എത്തുവാൻ അദ്ദേഹത്തെ ഓർത്ത്, ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. നാട്ടിലായിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. വിവാഹപ്രായം എത്തി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെ ഓർത്ത്, വിവാഹിതരായി ജീവിതത്തിൽ പ്രയാസങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അഡിക്ഷനിലും മറ്റുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. സുവിശേഷ വേലയിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. തുടർന്ന് സാക്ഷി പറയുവാനും ഒക്കെയുള്ള സമയങ്ങളാണ്. നമ്മൾക്കപ്പോൾ സാക്ഷി പറയുന്ന ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് റോസ്മ സിസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിച്ച് സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വർഷത്തിന്റെ അവസാന നിമിഷം കൂടെ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ നീ തന്നതിനാൽ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പനെ ഒരു വർഷക്കാലം ഞങ്ങളെ പോറ്റിയല്ലോ കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാക്കുമെന്ന് പറഞ്ഞ കർത്താവ് അങ്ങനെ തന്നെ കാത്തു സൂക്ഷിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പുലർത്തുന്ന ദൈവം, ഹല്ലേലൂയ. ഞങ്ങളെ പോറ്റുന്ന കർത്താവ്, ഹല്ലേലൂയ. കോഴി തന്റെ കുഞ്ഞിനെ ചിറകടിയിലെ മറയ്ക്കുന്നത് പോലെ, ഹല്ലേലൂയ. കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ ചിറകന്റെ മീതെ വഹിക്കുന്നത് പോലെ അവിടുന്ന് വഹിച്ചു നടത്തിയ ദൈവത്തിന് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവേ, വീണു പോകാമെന്ന സ്ഥാനത്ത്, ഹല്ലേലൂയ, കർത്താവേ, സ്തോത്രം. താളടിയായി പോകാമെന്ന സ്ഥാനങ്ങളിലെ രോഗത്താല്, ഹല്ലേലൂയ, കർത്താവേ, ശാരീരിക ക്ലേശങ്ങളാല്, ഹല്ലേലൂയ, ഭാരപ്പെടുന്നവരെ ഒക്കെ വിടുവിച്ച് കർത്താവ് ഇത്രത്തോളം ആയുസ്സും ആരോഗ്യം തന്ന് വഴി നടത്തി എന്റെ ദൈവത്തിന്റെ സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ നന്മയോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവേ, ഒരു വിശേഷി ഒരു നന്മയും പറയുവാനില്ല. ഹല്ലേലൂയ, കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പച്ചന്റെ ഹാലിൽ ദീർഘക്ഷമയും മഹാദയമുള്ള ഞങ്ങളുടെ കർത്താവിന്റെ, ഹല്ലേലൂയ, ആ വലിയ സ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ച് ഓരോ ദിവസവും, ഹല്ലേലൂയ,
കർത്താവ് വഴി നടത്തുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഇടിയൻ തന്റെ ആടുകളെ ഹല്ലേലൂയ മേയ്ക്കുന്നത് പോലെ ഹല്ലേലൂയ നീ ഞങ്ങളെ മേച്ച് നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രമാത്രം സ്നേഹിപ്പാൻ ഞങ്ങളിൽ എന്തുള്ളു കർത്താവേ. പാട്ടുകാരൻ പാടുന്നത് പോലെ ഞങ്ങളിൽ എന്തുള്ളു കർത്താവേ. ഹല്ലേലൂയ. ഒരു നന്മയുമില്ലേന്ന് സമ്മതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഞങ്ങളെ ചേർത്തണച്ച ദൈവസ്നേഹത്തിന് വീണ്ടും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൂടപ്പെട്ടിരിക്കുന്ന എന്റെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അപ്പന്റെ കാര്യങ്ങളിൽ തരികയാണ്. ഹല്ലേലൂയ. രോഗികളുടെ പേരുകൾ പറഞ്ഞില്ല കർത്താവേ. എല്ലാ പ്രിയപ്പെട്ടവരെ അപ്പന്റെ കാര്യങ്ങളിൽ തരികയാണ്. അവിടുന്ന് മുറിക്കുന്നവനും മുറിവ് കെട്ടുന്നവനും ഹല്ലേലൂയ കർത്താവേ രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്റെ അപ്പന്റെ അടുത്ത് വന്നിട്ടുള്ള ആരും സൗഖ്യം പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ കർത്താവേ. സ്തോത്രം. അവിടുത്തെ വസ്ത്രത്തിന്റെ തൊങ്ങല് തൊട്ടവർക്ക് സൗഖ്യം കൊടുത്ത കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളുടെ വിശ്വാസ നാളുകളിൽ ഒന്ന് വർദ്ധിക്കുവാന് ഹല്ലേലൂയ അപ്പൊ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സകല ദേവന്മാരിലും വലിയവൻ ഞങ്ങളുടെ കർത്താവ് യേശു മാത്രം കർത്താവ്. ഹല്ലേലൂയ. കർത്താവേ ഇന്നും ജീവിച്ച ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. കർത്താവേ നീ ഞങ്ങളോട് കൂടെ ഉണ്ടല്ലോ. ആ ദൈവം ഹല്ലേലൂയ ഞങ്ങളുടെ രോഗികളെല്ലാം സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പച്ച അങ്ങനെ സൗഖ്യം പ്രാപിച്ച കർത്താവിന്റെ നാമമഹത്വത്തിനായി ജീവിപ്പാന് എല്ലാവർക്കും കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യാത്രയിൽ ആയിരിക്കുന്ന കുടുംബത്തെ തരുന്ന കർത്താവേ സൗഖ്യത്തോട് തക്ക സമയത്ത് അപ്പച്ചന് ഹല്ലേലൂയ ഡാലസിൽ കൊണ്ടുവരുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവേ അങ്ങനെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ അപ്പന്റെ കരങ്ങളിൽ തരുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ മീറ്റിംഗിൽ കടന്നുകൂടിയിരിക്കുന്ന നിന്റെ മക്കളെ എല്ലാവരെയും കുടുംബമായിട്ട് അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിനെ തോട്ടവരും ഹാലിന്റെ അപ്പൻ തോട്ടവരും സൗഖ്യമാകാതെ പോയിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന്റെ വചനം കേൾക്കുകയും ഇന്ന് കേൾക്കുന്ന സാക്ഷ്യങ്ങളൊക്കെയും ഓരോ ജീവിതങ്ങൾക്കും അത് അനുഗ്രഹമായി തീരുവാന് വിടുതലായി തീരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ജീവിതത്തിനൊരു പുതുക്കം പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവെ ആത്മാവിന്റെ നിറവിൽ ഹല്ലേലൂയ നിറഞ്ഞിരിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ വായിക്കുന്ന പോലെ ഹല്ലേലൂയ എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവൻ അല്ലെന്ന് കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നല്ലോ കർത്താവെ. ആകയാൽ അപ്പന്റെ ഹല്ലേലൂയ ആത്മാവിൽ നിറഞ്ഞ പരിശുദ്ധാത്മ പുനരായി ജീവിപ്പാന് അപ്പന്റെ വരവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാന് ഹല്ലേലൂയ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ നടത്തിക്കൊണ്ടു പോകുന്ന ഞങ്ങളുടെ മെത്തച്ചാനെയും ഹല്ലേലൂയ യേശുവിന്റെ കരങ്ങളിൽ തരുന്നു. അവരെയും ബലപ്പെടുത്തണമേ. ശാരീരികമായ ഹല്ലേലൂയ അവരുടെ അവസ്ഥകളൊക്കെ അറിയുന്ന കർത്താവേ സ്തോത്രം. ഇത്രത്തോളം നീ ബലപ്പെടുത്തി ഹല്ലേലൂയ ജയത്തോടെ നിന്റെ കുഞ്ഞുങ്ങളെ നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നീ അറിയാതെ ഞങ്ങളുടെ തലയിൽ നിന്നൊരു മുടി പോലും നിലത്ത് വീഴുന്നതിന്റെ വചനമാണ് കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം കർത്താവേ. സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. മക്കളെ കൊച്ചുമക്കളെ ഓടുന്ന് അനുഗ്രഹിക്കണം. അങ്ങനെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കിടപ്പെട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ തരികയാണ്. ഹല്ലേലൂയ. നീ അപ്പനെ തന്നതല്ലാതെ ഞങ്ങൾക്ക് ഒന്നുമില്ല കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാതിനു മുമ്പ് ഞങ്ങളെ കണ്ട കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആ ദൈവം ഇന്നുവരെ ഞങ്ങളെ ഹല്ലേലൂയ നടത്തിയല്ലോ, ഞങ്ങളെ സൂക്ഷിച്ചല്ലോ കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവത്തെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിപ്പാനും സേവിപ്പാനും ഇവിടുന്ന് കൃപ തന്നുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ആ മറിയെ പോലെ നല്ല അംശം തിരഞ്ഞെടുത്ത ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിലെ അനേകർക്ക് വേണ്ടി ഇടിവിലിരിപ്പാനും മധ്യസ്ഥ അണപ്പാനും ഞങ്ങൾക്കെല്ലാം നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദാസീനതയോട് ജീവിപ്പാൻ നീ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവിന് ഹല്ലേലൂയ
ഒരുക്കമുള്ളവരായി തിടുക്കമുള്ളവരായി ആത്മാവിന്റെ ഒരുക്കത്തോടെ ജീവിപ്പാന് അവിടുന്ന് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ എല്ലാ ആത്മീയ ഹല്ലേലൂയ കർത്താവേ ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെടുവാന് അരുമനാഥരടിയാക്കിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ നന്മകളാലും നിറയ്ക്കണം. ഹല്ലേലൂയ. പാട്ടുപാടിയതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുമാറാകണം. ഹല്ലേലൂയ. ദൈവനാമമഹത്വത്തിനായിട്ട് അധികം പ്രയോജനപ്പെടുവാൻ അപ്പൊ ഇതിന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൃപ കൂടി നാട്ടുവാനും മഹത്വത്തിനെടുക്കണം. സ്വലവും യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. താങ്ക് യു റോസ് സിസ്റ്ററെ. അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ഒരു വർഷക്കാലം കർത്താവ് നമ്മളെ എല്ലാവരെയും പരിപാലിച്ചു. നമ്മളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ കർത്താവ് നല്ല തുണയായി നമ്മളോട് കൂടെ ഇരുന്നു. നമ്മൾക്ക് ഇന്ന് ഈ വെള്ളിയാഴ്ച നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും വചനം കേൾക്കുകയും പ്രവചനങ്ങൾ കേൾക്കുകയും ഒക്കെ പോകുന്നവരാണ്. എന്നാൽ ദൈവം നമ്മൾക്ക് ചെയ്ത പ്രിയ ഏബല് തക്കതായ പാട്ടുകൾ പാടിയാണ് നമ്മളെ സഹായിച്ചത്. കാരണം നന്ദി അല്ലാതെ നമ്മൾക്കൊന്നും പറയുവാനില്ല. എണ്ണമില്ലാത്ത നന്മകൾ, ചോദിച്ചതിലും നനച്ചതിലും പരമായ നന്മകളാൽ നമ്മളെ നടത്തിയ ദൈവത്തിന് ഈ കഴിഞ്ഞ 2025 മാത്രമല്ല, നമ്മൾ പുറകോട്ടൊന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ പലപ്പോഴും യാദർച്ഛികമെന്നൊക്കെ നമ്മൾക്ക് തോന്നുമെങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ ഒന്നിനും യാദർച്ഛികമായിട്ടൊന്നുമില്ല. ദൈവം തൻ്റെ വഴികളിൽ തൻ്റെ സമയത്ത് കാര്യങ്ങൾ ചെയ്ത് നമ്മളെ ഇത്രത്തോളം പ്രാപ്തരാക്കി ഇന്ന് നിർത്തിയിരിക്കുന്നതിന് ദൈവസന്നിധിയിൽ നന്ദി പറയാനായിട്ട് അല്പസമയം മാറ്റിവെക്കുവാനായി ആഗ്രഹിച്ചാണ് ഇന്നത്തെ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. കേൾക്കാമോ? ഞാൻ ഷൈനിയ. കേൾക്കാമോ? കേക്കാം. എന്താ ഷൈനി പറഞ്ഞാട്ട്? എന്റെ അമ്മ ക്രിസ്മസ് 25-ാം തീയതി നിത്യതയിൽ ചേർന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. 6 മണിയായപ്പോ അമ്മ പെട്ടെന്ന് ഒന്ന് ചുമച്ചു. അപ്പോഴേ പോയി. ശരി, നമ്മുടെ ക്രിസ്മസിന്റെ അന്ന് 6:30 ആയപ്പോ വൈകിട്ട്. അപ്പൊ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ അമ്മ വഴി വേറെ ആരും എനിക്കില്ല. ഷുവറായിട്ടും പ്രാർത്ഥിക്കാം സിസ്റ്ററെ. പ്രിയ ഷൈനി സിസ്റ്ററിന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പലവിധമായ ദുഃഖങ്ങൾ കൂടെ കെ ജോസഫ് പാസ്റ്റർ മകള് 42 years old, PMG ചർച്ചിന്റെ സ്ഥാപക ശുശ്രൂഷകനായ പാസ്റ്ററെ മകള് പെട്ടെന്ന് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 25-ലും അതിനു മുമ്പേയും പലവിധമായ സാഹചര്യങ്ങൾ കൂടെ ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും, കാരണം എങ്ങനെ ഒരു ദിവസം കഴിച്ചു കൂട്ടുമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച നാളുകൾ നമ്മൾക്കുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് ആയിരിക്കുമ്പോൾ നമ്മൾ പുറങ്ങോട്ടൊന്ന് നോക്കിയിട്ട് ദൈവം നടത്തിയ വഴികളെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കരയേറ്റുവാനായി അല്പസമയം വേർതിരിക്കുകയാണ്. സാക്ഷി പറയാനായി പലര് ഉണ്ട്. കർത്താവിന്റെ ദാസൻ ബിജു സാക്ഷി പറയുന്നതിന് മുമ്പ് സാക്ഷി പറയാനായിട്ട് ലേഖ, ലളിത, രാജു ബ്രദർ ഇവരൊക്കെ സാക്ഷി പറയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് ലേഖ ചുരുക്കമായിട്ട് സാക്ഷ്യം പറയും. അതിനുശേഷം ലളിത സാക്ഷ്യം പറയും. അതിനുശേഷം രാജു ബ്രദർ സാക്ഷി പറയും. അതിനുശേഷം പ്രിയ ബിജു സാക്ഷി പറയും. അതിനിടയ്ക്ക് ആർക്കെങ്കിലും സാക്ഷി പറയണമെന്ന് അത്യാവശ്യമായി ദൈവം പ്രചോദിപ്പിക്കുന്നു എങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഒരു മെസ്സേജ് അയച്ചാൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതിനുശേഷം സമയമുണ്ടെങ്കിൽ ദൈവവചനത്തിൽ ദൈവം എൻ്റെ മനസ്സിൽ തന്ന 2 ചിന്തകൾ പറഞ്ഞ് നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി സിസ്റ്റർ ലേഖ പ്രമോദ്. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ.
അതിപരിശുദ്ധമായ നാമം വാഴ്ത്തുമാറാകട്ടെ. എൻ്റെ പേര് ലേഖ. ഞാൻ ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് ദൈവത്തെ അറിഞ്ഞ് 4 വർഷമായി വന്നിട്ട്. കേൾക്കാമോ? കേൾക്കാം. ഞാൻ വന്നിട്ട് ഇന്ന് ഞാൻ നിൽക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ അത്ഭുതമാണ്. ഞങ്ങൾ വലിയൊരു ട്രാജഡിയിൽ കൂടിയാണ് ദൈവത്തെ അറിയാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഭൂമുഖത്ത് 3 പേരും കാണത്തില്ല. ഒത്തിരി ദൈവം നടത്തി. ഈ സാക്ഷ്യം ഒരു 2-3 മിനിറ്റ് കൊണ്ട് പറയാനുള്ളതല്ല, ഒത്തിരി ഉണ്ട് പറയാൻ. പക്ഷെ ഞാൻ ഈ ഒരു വർഷം നടത്തിയ ദൈവത്തിൻ്റെ ഓരോ നന്മകളും ഓർക്കുകയാണ്. ഞങ്ങൾക്കൊരു മോനുണ്ടായിരുന്നു. അവൻ 2021 ഞങ്ങളെ വിട്ടുപോയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒത്തിരി ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. സാമ്പത്തികമായി ക്രൈസിസിലൂടെയൊക്കെ പോയി. ഇപ്പം ദൈവം ഞങ്ങളെ ഇവിടെ നിലനിർത്തുന്നതിന് വലിയൊരു അത്ഭുതമാണ്. ഈ ലോകത്തിന്, ഈ നാട്ടിന് പോലും അത്ഭുതമാണ് ഞങ്ങളിങ്ങനെ നിൽക്കുന്നത് തന്നെ. ദൈവം ഞങ്ങളെ ഒരു വലിയൊരു, ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല, എന്താണ് വിശ്വാസത്തിൻ്റെ ഒരു പോലും കാര്യങ്ങൾ അറിയത്തില്ലാതെ ഞങ്ങൾ ഒന്നും അറിയില്ല. പക്ഷെ ദൈവം ഞങ്ങളെ കൊണ്ട് നിർത്തിയത് സ്ഥലം പോലും ഞങ്ങൾക്ക് കിട്ടിയ ഒരു ആത്മീയ ഗുരു എന്ന് പറയുന്നത് പോലും ഷാജിയം പാസ്റ്ററിൻ്റെ ചർച്ചിലാണ് ഞങ്ങളെ ദൈവം അവിടെ ഒന്നും അറിയില്ലാത്ത ഞങ്ങളെ അവിടെയാണ് ദൈവം കൊണ്ടാക്കിയത്. അവിടുന്നാണ് പിന്നെ ഞങ്ങൾ ഇത്രത്തോളം ദൈവത്തിൻ്റെ ഒരു വലിയ അത്ഭുതം അവിടുന്ന്. അങ്ങനെയാണ് ഞങ്ങൾക്ക് പ്രീതി സിസ്റ്ററെ പരിചയപ്പെടാനും ഈ പ്ലാറ്റ്ഫോമിൽ വരാനും ഒക്കെ സാധിച്ചത്. അത് ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി ആൾക്കാർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഒത്തിരി പാസ്റ്റേഴ്സ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഭയങ്കര അത്ഭുതമാണ്. അതൊക്കെ ദൈവം ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഓരോ പ്രാവശ്യവും വിളിച്ചും എനിക്ക് അത്ഭുതമായിരുന്നു. അതെല്ലാം എനിക്ക് ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ. ഈ ഒരു 3 വർഷമായിട്ട് ഞങ്ങളെ ദൈവം നടത്തുന്നുണ്ട് ഭയങ്കര അത്ഭുതകരമായി. ഇപ്പോൾ കുറേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒത്തിരി പ്രയാസങ്ങളിലൂടെയും ഒരു സാമ്പത്തികമായ ഒരു ഹസ്ബൻഡ് ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു, റിസൈൻ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ 9 മാസമായിരുന്നു. ഈ ഒരു കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് പുതിയൊരു ജോലിയിലോട്ട് പ്രവേശിച്ചത്. ഒത്തിരി ദൈവം ഞങ്ങളെ നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു മോളുണ്ട്, ഈ വർഷം 10th അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ബോർഡ് എക്സാം ഒക്കെ വരികയാണ്. ഞങ്ങളെ ഓർക്കുക. ഒരിക്കൽ ഞാൻ എൻ്റെ സാക്ഷി ഇവിടെ ഇത് തന്നെ പറയും. കുറേ സമയം ഉണ്ടാവും അത് പറയാൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ലിൻഡാൻ്റെയും അങ്കിളിനെയൊക്കെ ഓർക്കുന്നു. ഞങ്ങളെ ഒത്തിരി ഞങ്ങളെ ബലപ്പെടുത്താനൊക്കെ അവരുടെ വിളിക്കുകയും ചർച്ച വെച്ച് കാണാനൊക്കെ ദൈവം സഹായിച്ചു. എല്ലാത്തിനും ദൈവത്തിന് നന്ദി. താങ്ക് യു ലേഖ സിസ്റ്ററെ. ഇത്രയും ചുരുക്കമായിട്ട് സാക്ഷി പറഞ്ഞു. കാരണം പറയാൻ ഒരുപാടുണ്ട്. കാരണം ഞങ്ങൾക്ക് നല്ല പേഴ്സണലായിട്ട് അറിയാവുന്ന ഫാമിലിയാണ് ഷാജി പാസ്റ്റർ ചർച്ചിൽ പോകുന്നു. അവർ കടന്നു പോയതുപോലെയുള്ള പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ ഒരുപാട് പേരുണ്ട്. നമ്മൾ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. അതാണ് നമ്മളുടെ ഈ സാക്ഷി പറയുന്നതിൻ്റെ ഉദ്ദേശം. അവർക്ക് ദൈവം ചെയ്തു കൊടുത്ത നന്മകൾ നമ്മൾ കേൾക്കുന്നത് കൂടാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മളുടെ മനസ്സുകളെ നമ്മൾ ഒരുക്കണം. അപ്പൊ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, മോളുടെ പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സിസ്റ്റർ കൂടുതലായിട്ടൊന്നും മകനെ കുറിച്ച് പറഞ്ഞില്ല, അതിനൊക്കെ ഒരു സമയമുണ്ട്, അന്ന് പറയും. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അടുത്ത് ലളിത. താങ്ക് യു അച്ഛാ, താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രെയർ ലൈനിൽ വന്ന് സാക്ഷ്യം പറയുവാൻ അവസരം ഒരുക്കി തന്ന വലിയവനായ ദൈവത്തിന് നന്ദി കരയറ്റുന്നതോടൊപ്പം തന്നെ എനിക്ക് ഇതിന് അവസരം തന്ന തോമസ് കുടിച്ചായനോടും ലിന്നമ്മാമ്മയോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കട്ടെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നരുളി ചെയ്ത സർവശക്തനായ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം തന്ന ഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 2025 ആരംഭം മുതൽ അവസാനം വരെ ദൈവം തൻ്റെ ഉള്ളംകരങ്ങളിൽ കാത്ത് വഹിച്ച് ഞങ്ങളെ കുടുംബമായി നിർത്തിയിരിക്കുന്ന കൃപകൾ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതിയാവുന്നില്ല.
തമ്പിച്ചാനേക്കാട്ടിൽ എത്രയോ ചെറുപ്പക്കാർ ഒരു സ്ട്രോക്ക് വന്ന് 40-45 വയസ്സ് മാത്രം പ്രായമുള്ളവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോഴും 3 സ്ട്രോക്കുകൾ വന്ന് കോമായിൽ പോയി തലയോട്ടി മാറ്റി വെച്ച് തിരികെ പോലും വയ്ക്കാതെ വൈദ്യശാസ്ത്രം മരിച്ചവനെന്ന് വിധി എഴുതി. ഇനി ഇവൻ സംസാരിക്കുകയോ ഭാഷ തിരിച്ചറിയുകയോ ചെയ്യുകയില്ല. ഡോക്ടർ എഴുതി പുറന്തള്ളപ്പെട്ടപ്പോഴും നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ഹിസ്കിയാവിൻ്റെ ആയുസ് നീട്ടിയതുപോലെ ഇന്നും ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ളവനായി ഏതു ഭാഷയും തിരിച്ചറിയുവാനും വീട്ടിലെനിക്ക് തുണയായും സഹായകനായും നിർത്തിയിരിക്കുന്ന കൃപകൾ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതിയ വരികയില്ല. ഈ 5ാമത്തെ വർഷവും തമ്പിച്ചായൻ ജീവിച്ചിരിക്കുന്നതും സ്വയമായി എല്ലാം ചെയ്യുന്നതും കാണുമ്പോൾ ഡോക്ടേഴ്സ് പറയാറുണ്ട്, ഇറ്റ്സ് ഓൺലി എ മിറക്കിൾ. എന്നാൽ ഞാൻ എപ്പോഴും പറയും, മൈ റെഡീമർ ലീവ്സ്, ഹീ ഈസ് അലൈവ്. സോ തമ്പിച്ചായൻ ഈസ് അലൈവ് ഓൺലി ബിക്കോസ് ഹീ ഗേവ് ഹിം ദ ലൈഫ് ബാക്ക്. എത്രയോ ജനങ്ങളുടെ പ്രാർത്ഥനയാണ് ഇതിന് മുഖാന്തരമായത്. അതുപോലെ തന്നെ നാളുകളായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയായിരുന്നു ഞങ്ങളുടെ 2 തലമുറകളുടെയും കല്യാണം, വിവാഹം ഒന്ന് കാണുവാൻ. എന്നാൽ ദൈവകൃപയാൽ മോളുടെ പ്രപ്പോസല് ഈ കഴിഞ്ഞ താങ്ക്സ് ഗിവിംഗ് ഡേയിൽ നടന്നു. എത്രയും വേഗം വെന്യൂ കിട്ടുവാനും ആ വിവാഹം നടക്കുവാനും നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി അതുപോലെ തന്നെ മോൻ്റെയും വിവാഹം എത്രയും വേഗം നടത്തുവാൻ ഞങ്ങൾക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്താൽ ഒരു വ്യക്തിക്ക് പോലും, ഒറ്റ ഡോക്ടേഴ്സിനും ഇതുവരെ നിർണ്ണയിക്കാൻ പോലും സാധിച്ചിട്ടില്ല തമ്പിച്ചായൻ എങ്ങനെയാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. എന്നാൽ എൻ്റെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല എന്ന് ചരിത്രം മെഡിക്കൽ സയൻസ് വിധി എഴുതി തള്ളിയപ്പോഴും എൻ്റെ യഹോവ ഇന്നും ജീവിക്കുന്നു, അവനാൽ അസാധ്യമായത് ഒന്നുമില്ല എന്ന് പറയുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ജീവനുള്ളവരുടെ ദേശത്ത് എല്ലാവർക്കും കാണത്തക്കവണ്ണം എൻ്റെ തമ്പിച്ചായനെ നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയെ ഓർത്താൽ എനിക്ക് തുണയായി, എനിക്ക് സഹായകനായി, ഓർമ്മക്കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മറ്റുള്ള കാര്യങ്ങളെല്ലാം നല്ലപോലെ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. എത്ര സ്തുതിച്ചാലും മതിയാവതില്ല. എനിക്ക് ഈ അവസരം തന്ന തോമസ് കുട്ടിച്ചായനോടും ലണ്ടൻമാമയോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ദിനംതോറും പ്രാർത്ഥിക്കുക. 2 ശീലം മാത്രം ഞാൻ പാടട്ടെ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. നാളിതു പോരാ, നാവിതു പോരാ, ആയുസും ഇതു പോരാ. നാളിതു പോരാ, നാവിതു പോരാ, ആയുസും ഇതുപോലാ. ജീവിത പാതയിൽ കാലുകളിടറി തളർന്നു വീഴാതെ, ജീവിത പാതയിൽ കാലുകളിടറി തളർന്നു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ തുള്ളം തുള്ളുന്നേ, താങ്ങി നടത്തിയതോർക്കുമ്പോഴൻ ഉള്ളം തുള്ളുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസും ഇതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസും ഇതു പോരാ. താങ്ക് യു വെരി മച്ച്. ഞങ്ങളെ കുടുംബമായി നിങ്ങൾ എന്നും പ്രാർത്ഥനയിൽ ഓർക്കുക. നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇന്ന് തമ്പിച്ചായൻ ജീവനോടിരിക്കുന്നത്. വൈദ്യശാസ്ത്രം വിധി എഴുതി നീ മരിച്ചവനാണ്, നീ സംസാരിക്കുകയില്ല, നീ ജീവിച്ചിരിക്കുകയില്ല എന്ന് പറഞ്ഞെടുത്ത് ഇന്നും ജീവനോടെ നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് ഹല്ലേലൂയ. നന്ദി യേശുവേ, സ്തോത്രം യേശുവേ, സ്തോത്രം യേശുവേ. ഹല്ലേലൂയ. ഗ്ലോറി ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു അച്ഛാ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. സാക്ഷ്യം മറ്റൊരു അവസരത്തിൽ ഞാൻ പറഞ്ഞോളാം. താങ്ക് യു, താങ്ക് യു. ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ. നമുക്കൊക്കെ ഉള്ള ഒരു കുഴപ്പമെന്ന് പറയുന്നത് നമ്മളിത് കേൾക്കും, ഒരു ചെവി കയറി അപ്പുറത്ത് പോകും. എന്നാൽ ജീവിതത്തിൽ അനുഭവിച്ചവർക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരത്തെ നൽകുന്ന നമ്മളുടെ ദൈവം ജീവിക്കുന്നു നമ്മൾ ഉറപ്പിക്കുന്നതാണ് ഈ സാക്ഷ്യങ്ങൾ. നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ എന്തിനാ അത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരു സാക്ഷ്യങ്ങള് നമ്മൾക്ക് ഓരോരുത്തർക്കും ബലമാണ്.
ദൈവം, ഞങ്ങൾ 1978 ഇവിടെ വന്നവരാണ്. അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങളെ ദൈവം നടത്തിയ വഴികളെ കുറിച്ച് പറഞ്ഞാൽ ആ പാട്ട് പറഞ്ഞ പോലെ നാളിത് പോരാ, നാളിത് പോരാ. കാരണം പറഞ്ഞു തീർക്കാൻ വയ്യാത്തതായ നന്മകളാൽ നമ്മളെ നടത്തിയ ഒരു ദൈവത്തെയാണ്. മരണത്തിന്റെ താഴ്വരയിൽ കടന്നുപോയാലും നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമാണ്. നമ്മളെ ജീവനുള്ളവരുടെ ദേശത്ത് ശേഷിപ്പിച്ച് സത്യസാക്ഷികളായി നിർത്തുവാൻ. വൈദ്യശാസ്ത്രത്തിൽ ഞാൻ വചനം സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ അല്പമായിട്ട് സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ലളിത പറഞ്ഞതുപോലെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മളുടെ ഓരോരുത്തരുടെയും കൂട്ടായ്മയുടെ ബലമാണ് നമ്മളെ നിലനിർത്തുന്നത്. ആ പ്രിയ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. രാജു ബ്രദർ തന്നെ ദൈവം നടത്തിയ വഴികളെ കുറിച്ച് സാക്ഷി പറയും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ സന്ധ്യാകാലം ഞങ്ങൾക്കും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതായ നന്മകളെ ഓർത്ത് അല്പം ദൈവസന്നിധിയിൽ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങൾക്ക് നല്ലവനായിരുന്നു. കഴിഞ്ഞ 46 വർഷം കഴിഞ്ഞു ഞങ്ങൾ ഈ ദേശത്ത് അമേരിക്കയുടെ മണ്ണിൽ ഞങ്ങളെ ദൈവം ആക്കിയിട്ടിരിക്കുന്നു. കടന്നുപോയ പാതകളൊക്കെയും കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ പുറകോട്ടൊന്ന് നോക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, കടന്നു വന്ന പാത എത്രമാത്രം പ്രയാസമേറിയതായിരുന്നു എന്ന് ഓർക്കുമ്പോൾ വഴി നടത്തിയ ദൈവത്തെ ഹല്ലേലൂയ സ്തോത്രം നന്ദിയോടെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും ധാരാളം വഴികളുണ്ട്. ദൈവത്തിന് സ്തോത്രം. മരണത്തിന്റെ നിഴലിൽ കൂടെ ഒക്കെയും കടന്നുപോയ അനുഭവങ്ങൾ എൻ്റെ ഭാര്യയ്ക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാനും പലവിധമായ ആക്സിഡന്റുകൾ കൂടെ ഒക്കെ കടന്നുപോയെങ്കിലും അവിടെയൊക്കെയും കർത്താവ് ഞങ്ങളെ താങ്ങി നടത്തിയ ദൈവത്തിന്റെ കരുണയെ ഓർത്ത് ഈ സന്ധ്യാകാലം ഞങ്ങളും ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. സത്യ മാർഗത്തിലേക്ക് ആമേൻ ഒരു പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതോ അതിനുള്ള യോഗ്യതയോ ഒന്നും അന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഒരു സമുദായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ബോംബെയുടെ പട്ടണത്തിൽ വെച്ച് എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ ദാസി, എൻ്റെ ഭാര്യ അതിനു മുമ്പേ രക്ഷാമാർഗം പ്രാപിച്ചിരുന്നെങ്കിലും അവളും ഹല്ലേലൂയ ഒരു സമുദായ കെട്ടുപാടിൽ നിന്നിരുന്നെങ്കിലും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് ഹല്ലേലൂയ സ്തോത്രം ബോംബെയിലുള്ളതായ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ ഒരു പവായിലുള്ളതായ ബോംബെ അന്തേരിക്ക് അടുത്തുള്ള പവായി എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഒരു ലേക്കിൽ വെച്ച് ഹല്ലേലൂയ സ്തോത്രം കർത്താവിനെ പരസ്യമായി ഹല്ലേലൂയ സാക്ഷിപ്പാൻ ജലസ്നാനത്തിൽ കൂടെ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. പ്രിയമുള്ള ദൈവമക്കളെ, കഴിഞ്ഞ 46 വർഷത്തോളം 47 വർഷത്തോളം ഹല്ലേലൂയ സ്തോത്രം ഈ ദൈവം ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്നതിന് ഞങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം സന്തോഷമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അനേക പ്രയാസ പ്രതികൂലങ്ങൾ കടന്നുപോയെങ്കിലും ഇന്ന് ഞങ്ങൾ പുറകോട്ട് നോക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഈ പാത എത്രമാത്രം ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. സമ്പത്തിലോ ഹല്ലേലൂയ സ്തോത്രം പേരിലോ ആമേൻ പെരുമേലോ ഒന്നുമല്ല ഞങ്ങൾ സന്തോഷിക്കുന്നത്. നിത്യതയിൽ ഞങ്ങളുടെ ഹല്ലേലൂയ കർത്താവ് ഞങ്ങളുടെ പേര് നിത്യതയിൽ എഴുതിയിരിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ആമേൻ കർത്താവിന്റെ ഒരു വരവ്, ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആകയാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലായി നീണ്ടുവാൻ ഹല്ലേലൂയ സ്തോത്രം ദൈവം ഞങ്ങളെ ഈ നാളുകളിൽ അധികമായിട്ട് സഹായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവം ഞങ്ങളുടെ ദൈവം അവൻ ജീവപര്യന്തം ഞങ്ങളെ വഴി നടത്തുമെന്ന് ഹല്ലേലൂയ സ്തോത്രം പ്രാഗൽഭ്യത്തോട് തന്നെ, സന്തോഷത്തോട് തന്നെ, ധൈര്യത്തോട് പറയുവാൻ തന്നിരിക്കുന്ന ആ പ്രത്യാശയുള്ള ഹല്ലേലൂയ പദവിക്കായിട്ട് ഞങ്ങളുടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയാ ഞങ്ങൾക്ക് ഹല്ലേലൂയ കർത്താവ് 3 മക്കളെ ദാനമായി തന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ 6 കൊച്ചുമക്കളെ ദൈവം തന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ള ദൈവമക്കളെ, കഴിഞ്ഞ വർഷം ഹല്ലേലൂയ സ്തോത്രം ഒരു വർഷം മുമ്പ് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ സ്തോത്രം പ്രവചന ആത്മാവിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു കർത്താവിന്റെ ദാസൻ കൂടെ ഞങ്ങളോട് സംസാരിച്ച ഒരു വചനം ഹല്ലേലൂയ സ്തോത്രം ഈ വർഷം ഹല്ലേലൂയ ഒക്ടോബർ മാസത്തിൽ ഹല്ലേലൂയ സ്തോത്രം നവംബർ മാസത്തിൽ തന്നെ അത് പ്രായോഗികമായി കാണുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഒരു തലമുറയ്ക്ക് വേണ്ടി 6 വർഷക്കാലം 5-6 വർഷത്തോളം ഞങ്ങൾ കരഞ്ഞു നിലവിളിച്ചു.
എൻ്റെ മകൾക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പല ദൈവത്തോട് കളഞ്ഞ് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. എന്നാൽ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവം, ഹല്ലേലൂയ സ്തോത്രം, ആമേൻ, തന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കർത്തൃദാസൻ ഞങ്ങളോട് പറഞ്ഞ ആ സമയം തന്നെ ദൈവം അവിടെ, ഹല്ലേലൂയ സ്തോത്രം, ആ റിപ്പോർട്ടിൽ സൈൻ ചെയ്തെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആയാൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം, പ്രവചനം സത്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവാത്മാവിൽ നിറഞ്ഞ ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ സ്തോത്രം, വ്യക്തിപരമായിട്ടും കുടുംബങ്ങളെ നോക്കിയും ദൈവാത്മാവ് സംസാരിക്കുന്നെങ്കിൽ അത് കേൾക്കുകയും അതിന് സ്തോത്രം പറയുകയും ചെയ്യുക. ഹല്ലേലൂയ സ്തോത്രം. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ഹൃദയങ്ങളെ, ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ. എല്ലാ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമുണ്ട്. ഈ വർഷവും ദൈവത്തിന് ഞങ്ങൾ ഒരു പ്രാർത്ഥന വിഷയം വെച്ചിട്ടുണ്ട്. കർത്താവ് ഞങ്ങൾക്ക് ആയുസ് തരുന്നെങ്കിൽ അടുത്ത വർഷം, ഹല്ലേലൂയ സ്തോത്രം, ആമേൻ, ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട്, ഈ ആമേൻ പുൾപിറ്റിൽ ഈ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ എൻ്റെ ദൈവം ഞങ്ങൾക്ക് നന്മ ചെയ്തു എന്ന് പറയുവാൻ തക്കോണം കർത്താവ് ഞങ്ങളെ സഹായിക്കും. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ആയാൽ ഹല്ലേലൂയ, ഈ ദൈവം നമ്മളുടെ ദൈവം, ഈ ദൈവം നമ്മളെ നടത്തും. ഹല്ലേലൂയ സ്തോത്രം. അക്കരയത്തോടെ നമ്മളെ ചുമക്കും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സംശയങ്ങൾ മാറിപ്പോകട്ടെ, നിരാശകൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ ദാസൻ കൂടെ ഈ സാക്ഷിയുടെ ഈ കാര്യങ്ങൾ ക്രമപ്പെടുത്തിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തീർച്ചയായിട്ടും ആമേൻ, ഒരു സാക്ഷിയെ ഒഴിവാക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ള ദൈവമക്കളെ, ഞങ്ങൾ പറഞ്ഞതായ സാക്ഷി വചനങ്ങൾ മറ്റൊരു ജീവിതത്തിന്, ഹല്ലേലൂയ, പ്രചോദനമായി തീരട്ടെ. ഒരു ഹല്ലേലൂയ മുന്നോട്ടുള്ള ഒരു ഗമനത്തിന്, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ഒരു ഉത്തേജനമായി തീരും. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളെ ആമേൻ ദൈവകൃപയാൽ സന്തോഷമായി സൗഖ്യമായി ഇരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും റിട്ടയർഡ് ആണ്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, കർത്താവിന്റെ പ്രദേശത്ത് കർത്താവ് തരുന്ന ആലോചന പ്രകാരം, ഹല്ലേലൂയ സ്തോത്രം, പല മീറ്റിങ്ങുകളിൽ സംബന്ധിപ്പാനും പലതിനോട് ചേർന്ന് നിൽപ്പാനും ആമേൻ ദൈവകൃപയിൽ ജീവിപ്പാൻ ഞങ്ങളെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം യഹോവ ഞങ്ങളെ നടത്തി, ഹല്ലേലൂയ സ്തോത്രം, ഇവിടെ വരെ കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. നാളത്തെ കാര്യം കർത്താവിന്റെ കരങ്ങളിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾക്കൊരു പ്രത്യാശയുള്ളൂ. കർത്താവെ, കാഹളം ധരിക്കുമ്പോൾ ഞങ്ങൾ ആരും ദൈവത്തിന് ഞങ്ങൾ അന്യപ്പെട്ടു പോകല്ലേ. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ കുടുംബം മാത്രമല്ല, ഈ പുൾപിറ്റിൽ ഈ മീറ്റിംഗിൽ കൂടിയിരിക്കുന്ന സകല സഹോദരങ്ങളും, ഹല്ലേലൂയ സ്തോത്രം, നിത്യതയ്ക്ക് അവകാശികളായി തീരണം. ഇവിടെ സമ്പത്തോ, ഹല്ലേലൂയ സ്തോത്രം, ഇവിടെ പേരോ പെരുമയോ ഒന്നും നേടുന്നതിലല്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നിത്യതയെ കർത്താവിന്റെ കാഹളം ധരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, നാം ഓരോരുത്തരും ദൈവത്തിൽ എത്തപ്പെടേണ്ടതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി, ഹല്ലേലൂയ, കർത്താവിന്റെ കൽപ്പന അനുസരിച്ച്, കർത്താവിനെ വിശ്വസിച്ച്, ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയത മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കട്ടെ. എന്റെ പേര് രാജു എന്നാണ്. എന്റെ ദാസിയുടെ പേര് ഹല്ലേലൂയ റോസ എന്നാണ്. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ കുടിവരവ് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹവും സന്തോഷകരമാണ്. കഴിഞ്ഞ 3-4 വർഷമായി, 4-5 വർഷത്തോളമായി ഞങ്ങൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോകുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഈ മീറ്റിംഗിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്ത്, ഹല്ലേലൂയ സ്തോത്രം, ഇപ്പോൾ കൂടിയിരിക്കുന്ന ആമേൻ കുടുംബങ്ങളും കൂട്ടായ്മയും അല്ല, ഇതിനെ വലുതായ നിലയിൽ കർത്താവിന്റെ വരവ് വരെ വളർത്തുവാൻ തക്കവണ്ണം ദൈവം ഒരു കെട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ എളിയ സാക്ഷി നിരുന്നുള്ളൂ. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു രാജു ബ്രദറെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു സാക്ഷി വേറെ സാക്ഷിയെ ഉളവാക്കുന്നതെന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞു. നമ്മളിത് കേൾക്കുന്നത് നമുക്കൊരു ബലമാണ്. നമ്മൾക്ക് സാക്ഷി പറയാൻ, പലരും സാക്ഷി പറയുവാന് ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ പലപ്പോഴും സഭാകമ്പം എന്ന് പറയും. അത് പറയുവാന്, പബ്ലിക്കിനും തന്റെ സാക്ഷ്യങ്ങൾ പറയുവാൻ പ്രയാസം ഉള്ളവരുണ്ട്. അവരെ ഓർത്ത് അവർക്ക് ദൈവം ബലം നൽകുവാനായിട്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കണം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് ഈ സാക്ഷികളൊക്കെ കേട്ടിട്ട് അതിനെ വല്ലാതെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു ഭയമുണ്ട്. അതുകൊണ്ട് എന്നാൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ, കാരണം ഇതൊക്കെ അത്ഭുതങ്ങളാണ്. കാരണം അത്ഭുതങ്ങൾ നിന്നുപോയി എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ദൈവം ഓരോ ദിവസവും നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നമ്മളുടെ പരിചയക്കാരുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. പലരും വിളിച്ചു പറയുന്നില്ല എന്നേ ഉള്ളൂ. അത് വിളിച്ചു പറയുമ്പോൾ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. കാരണം അവനല്ലാതെ വേറെ യാതൊരു ദൈവവും ഇല്ല. അത് നമ്മൾ വിളിച്ചു പറയണം. നമ്മൾക്ക് പ്രിയ ബിജു, എന്നാൽ നമ്മൾ പലപ്പോഴും ഈ എഴുതി തള്ളുന്ന ഇതുണ്ട്. കാരണം ആളുകൾ ഇന്ന പ്രൊഫഷനാ, അത് അങ്ങനെ ഒരു ഇതുണ്ട്. പ്രിയ ബിജുവിനെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ,
it is one of the areas where people look at you, oh, there is fame, there is, എന്നാൽ അതിൻ്റെ നടുവിൽ ഒരു വിശ്വാസിയായി ജീവിക്കുവാൻ കഴിയുമോ? ജീവിതത്തിലെ പല പ്രൊഫഷൻസ് ഉണ്ട്. ഒരു പോലീസുകാരന് വിശ്വാസിയായിട്ട് ജീവിക്കാൻ കഴിയും. അതുപോലെയുള്ള ഒരു പ്രൊഫഷനാണ് ബിജുവിൻ്റെ. പ്രിയ ബിജുവിൻ്റെ സാക്ഷ്യം കേൾക്കാനായി നമ്മൾക്ക് മുൻവിധിയോടുകൂടി ആരും ഇരിക്കരുത്. ദൈവം തന്നെ നടത്തിയ വഴികളെ താൻ വിവരിക്കുമ്പോൾ ദൈവത്തിന് സ്തുതി കരയേറ്റുക. അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. പ്രിയ ബിജു ഇപ്പോൾ തന്റെ സാക്ഷി പറയുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമേ അങ്കിളും ആൻറ്റി, താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ ഹിയർ. എൻ്റെ പേര് ബിജു ജോർജ്. ഞാൻ ക്രിക്കറ്റിന്റെ കോച്ചാണ്. ഞാൻ ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഗെയിമാണ് ക്രിക്കറ്റ്. അതിൻ്റെ തന്നെ ഒരു മേജറായിട്ടൊരു ടൂർണമെന്റ് ആണ് IPL എന്ന് പറയുന്നത്, ഇന്ത്യൻ പ്രീമിയർ ലീഗ്. അമേരിക്കയിലൊക്കെ NBA പോലെയും. IPL കൽക്കട്ട നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഒരുപക്ഷെ അറിയാൻ പറ്റുന്ന ഷാറൂഖ് ഖാന്റെ ടീമിന്റെ സ്കൗട്ടിങ്ങിന്റെ ഹെഡായിട്ട് ഇപ്പൊ ജോലി ചെയ്യുന്നു. ഇതിന് ഈ കൊല്ലം അവർക്കാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ 3 കൊല്ലം ഞാൻ ഡൽഹി ക്യാപിറ്റൽസ് എന്ന് പറഞ്ഞ ടീമിന്റെ ഫീൽഡിംഗ് കോച്ചായിരുന്നു. അതിനു മുമ്പ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഫീൽഡിംഗ് കോച്ചായിരുന്നു. അതിനു മുമ്പ് ഇന്ത്യൻ വിമൻ ടീമിന്റെ 2017 തൊട്ട് 2019 വരെ ഫീൽഡിംഗ് കോച്ചായിരുന്നു. അതിനു മുമ്പ് അണ്ടർ-19 ഇന്ത്യ ബോയ്സിന്റെ ഫീൽഡിംഗ് കോച്ചായിരുന്നു. ഇതൊന്നുമല്ല കാര്യം, ഇതിനൊക്കെ മുമ്പ് ഒരു ഞാനുണ്ട്. ഞാൻ മാർത്തോമ കുടുംബത്തിലാണ് ജനിച്ചത്. നന്തൻകൂട്, തിരുവനന്തപുരത്ത് നന്തൻകൂട് എന്ന സ്ഥലത്ത് ജെറൂസലേം മാർത്തോമ പള്ളിയിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അച്ഛനും അമ്മയൊക്കെ വളരെ നല്ല രീതിയിൽ വളർത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കർത്താവ് ആരാണെന്നോ ക്രിസ്തീയ ജീവിതം എന്താണെന്നോ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ ഈവൻസ് കോളേജിൽ പഠിച്ച എൻ്റെ 2 ചേട്ടന്മാരും പൊളിറ്റിക്സിലാണ്. അത് കഴിഞ്ഞ് ഒരു സമയം തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ പോയ വഴി വളരെ അങ്ങ് തെറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റാവുന്നതിൻ്റെ ഏറ്റവും മാക്സിമത്തിലേക്ക് പോയി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ പലരും, അന്നത്തെ കൂട്ടുകാർ പലരും ഒന്നെങ്കിൽ മേർഡേർഡായി, ഇല്ലെങ്കിൽ ജയിലിലായി. ആ വഴിയിൽ നിന്നൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ ആ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാനും 1-2 പേര് മാത്രമേ ജീവിച്ചുള്ളൂ. ബാക്കി എല്ലാവരും പോയി. പക്ഷെ കർത്താവ് അവിടുന്നൊക്കെ വേർതിരിച്ച് എങ്ങനെയാണെന്നോ എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ഒരു ദിവസം ഇരുന്ന് ആലോചിച്ചപ്പോൾ എങ്ങനെയാണ് കർത്താവിന് എന്നോട് സ്നേഹം തോന്നാൻ കാര്യം? ബിക്കോസ് ഐ ഡോണ്ട് ഡിസേർവ് എനിത്തിങ്. ഞാൻ ഓർക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു 10ലോ എന്തോ പഠിക്കുന്നത്, ഞാൻ തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറി ഫ്രണ്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഒരു വിദേശിയായിട്ടൊരു വ്യക്തി കടന്നു വന്ന് ഏതോ ഒരു വഴി ചോദിച്ചു. ഞാൻ വഴി പറഞ്ഞു കൊടുത്തു. അപ്പൊ എന്നെ കൊണ്ട് കാണിച്ചു കൊടുക്കാൻ ചോദിച്ചു. ഞാൻ നടന്നുകൊണ്ട് കാണിച്ചു കൊടുത്തപ്പോൾ അവിടെ വെച്ച് എൻ്റെ അടുത്ത് ചോദിച്ചു, ഡു യു നോ അബൌട്ട് ജീസസ്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ക്രിസ്ത്യനാണ്, എനിക്ക് ജീസസിനെ അറിയാം. അങ്ങനത്തെ ജീസസ് അല്ല, ജീസസിനെ രക്ഷകനെ നീ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ആ റോഡിൽ ഞാൻ മുട്ടുകുത്തിരുന്ന് എന്നെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതായിരിക്കും കർത്താവിൽ എന്നിലിട്ട ആദ്യത്തെ വിത്തെന്ന് എനിക്ക് അറിയില്ല. ഞാൻ സ്പോർട്സ് ഹെറിറ്റേജ് ഇന്ത്യയിൽ ജോലി കിട്ടി. ജോലി ചെയ്ത് ഞാൻ ഗുജറാത്തിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയൊക്കെ ഏറ്റവും ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കാത്ത റേഞ്ചിലുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഒരു ബാസ്കറ്റ്ബോൾ കോച്ച് വരിക. ഞാൻ ഓഗസ്റ്റ് ജോയിൻ ചെയ്യുന്നു, സെപ്റ്റംബറിൽ സർദാർജി വരികയാണ്. അപ്പൊ എൻ്റെ അടുത്ത് ഓഫീസിൽ നിന്ന് എൻ്റെ കൂടെ താമസിക്കാൻ പറഞ്ഞു. എൻ്റെ കൂടെ താമസിപ്പിച്ചു. സർദാർ പെട്ടെന്ന് ഒരു ദിവസം ലീവിൽ പോകുന്നു. പിന്നാണ് അറിഞ്ഞ സർദാറിന്റെ തലയിൽ ആ സമയത്ത് 32 ലക്ഷം രൂപ റിവാർഡുള്ള ഖാലിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് സെക്കൻഡ് ഇൻ കമാൻഡ് ആയിരുന്നു. ഒരുപാട് കാലം അതിന്റെ പുറകെ എൻ്റെ തലവേദനയായിരുന്നു. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ, ഞാൻ എവിടെ പോയാലും പ്രശ്നങ്ങൾ, ഉയർച്ചയില്ല, നഷ്ടം, എന്ത് തൊട്ടാലും അതിൽ പ്രശ്നം. അവിടെ നിന്നൊക്കെ വന്ന സമയത്തൊക്കെയാണ് എൻ്റെ കല്യാണം നടക്കുന്നത്. എൻ്റെ ഭാര്യയുടെ പേര് ലൗലി എന്നാണ്, ഹൈദരാബാദാണ്, റാന്നിക്കാരാണ്, ഹൈദരാബാദ് ജനിച്ചു വളർന്നാണ്. അവള് ഭയങ്കര വിശ്വാസത്തിലായിരുന്നു. എനിക്കറിയുമോ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ വിശ്വാസം, യേശു, പ്രാർത്ഥന ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇതൊന്നും ഒരു കാര്യമില്ല. തിരുവനന്തപുരത്തിന് വെട്ടുകാട് പള്ളിയുണ്ട്, നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ പോയി മെഴുകുതിരി കത്തിക്കും, കയ്യിലൊരു വലിയ കെട്ടുണ്ട്, അല്ലാതെ 2-3 കോവിലിലെ കെട്ടുകളൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ നടക്കുക. പക്ഷെ ഇവള് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ച് എങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഇവൾ എന്തിനാ ഈ പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് അറിയണമെന്ന് തോന്നി. ഞാൻ ഇവളുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് ചെന്നപ്പോൾ അവിടെ എല്ലാവരും അന്യഭാഷയെ സംസാരിക്കും. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ജീസസ് കോൾസിന്റെ ഇതായിരുന്നു. അന്നത്തെ മാത്യു സംഘങ്ങൾ പറയുന്നത്, ഇതാരാ? എൻ്റെ ഹസ്ബൻഡാണ്. എന്നെ വിളിച്ചിരുത്തി
എന്റെ കയ്യിലുള്ള കെട്ടൊക്കെ ഞാൻ കെട്ടി. അമ്മ ഞങ്ങളിതൊന്നും പൊട്ടിക്കരുത്, പൊട്ടിച്ച പ്രശ്നമാണ്. ഞങ്ങൾ പറഞ്ഞു ഒരു പ്രശ്നമില്ല. അങ്കിളന്ന് കെട്ടിയത്. അന്ന് ചെറുതായിട്ടൊന്ന് പ്രാർത്ഥനയ്ക്കൊക്കെ പോയി തുടങ്ങി. അതിനുശേഷം പറഞ്ഞ് ഭാര്യ പറഞ്ഞു ഇങ്ങനെ ഫ്രീഡം സെന്റർ എന്ന് പറഞ്ഞൊരു ചർച്ചുണ്ട്, PG വർഗീസ് അങ്കിളിന് കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. അവിടെ ഒരു ചർച്ചാണ്, നമുക്ക് അവിടെ പോകണം. ഞാൻ അവിടെ ചെന്നപ്പോ അവിടുത്തെ പാസ്റ്റർ ബിജു ഫിലിപ്പ് എന്ന് പറയും, എന്റെ പഴയ ഫ്രണ്ടാണ്. ഞാൻ ഇതെന്റെ ഫ്രണ്ടാണല്ലേ. ഇതാ ഞങ്ങളുടെ പാസ്റ്റർ. എങ്ങനെ അറിയാം? ഓ പാസ്റ്റർ ഞെട്ടി, ഞാനും ഞെട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പഴയ ജീവിതമുള്ള പാസ്റ്ററിനും ഒരു പഴയ ജീവിതമുണ്ട്. ഞാൻ അതിനുശേഷം അവിടെ പോയി. പിന്നെ സ്നാനപ്പെടുന്നത് എന്റെ വൈഫ് പറഞ്ഞു, ശൗന്ദര്യ ആന്റി എന്ന് പ്രാർത്ഥിക്കുന്ന ആന്റിയുടെ വീട്ടില് ഒരു ദേവദാസിന്റെ കീഴിൽ ഇവിടെ ഉള്ള ഒരു പുഴയിലാണ് സ്നാനപ്പെട്ടത്. സ്നാനപ്പെട്ട ശേഷം വൈഫ് എന്റെ അടുത്ത് പറയണം 3 കൊല്ലം മുമ്പ് ഞാൻ ഇന്നും ഈ പുഴയില സ്നാനപ്പെട്ടെന്നുള്ളത്. അന്ന് ഇവിടെ എന്റെ പറഞ്ഞില്ല, പ്രാർത്ഥിച്ചിരുന്നു. ഓരോ ദിവസവും എന്റെ ജീവിതത്തിൽ നടന്നുള്ള അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക, ഞാൻ ആലോചിക്കുമ്പോഴത്തേക്ക് എന്നെ തന്നെ ഞാൻ കാണുന്നത് കർത്താവ് കയറിയ ഒരു കഴുതയായിട്ടാണ്. എന്നുവെച്ചാൽ എനിക്ക് 0 യോഗ്യതയാണ്. ഞാൻ ഇരിക്കുന്ന ഈ ഫീൽഡിൽ, ഞാൻ ഇരിക്കുന്ന ഈ പൊസിഷനിൽ കടന്നവരെ എനിക്കൊരു യോഗ്യതയില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല, ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. പക്ഷെ ഞാൻ 3 വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ഫീൽഡിംഗ് വെച്ചിട്ട് ജോലി ചെയ്തു. ഒരു വേൾഡ് കപ്പ് റണ്ണേഴ്സ് അപ്പ് ഇവിടെ അതിന്റെ മെഡൽ തൂക്കിയിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് പോലും ഇല്ല. എന്റെ യോഗ്യതയല്ല. IPL ടീമുകളോട് വർക്ക് ചെയ്യും, ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റേഴ്സിനോട് വർക്ക് ചെയ്യാനും അവരെന്നെ പേര് പറഞ്ഞ് റെക്കഗ്നൈസ് ചെയ്യാനും ദൈവമായിട്ട് എന്നെ യോഗ്യനാക്കി കാണുന്നുണ്ട്. എന്റെ കഴിവേ അല്ല. പക്ഷെ ഞാൻ അന്നും ബൈബിൾ എടുത്ത് വെച്ച് ത്രൂ ഔട്ട് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് ഓരോരോ വാഗ്ദത്തങ്ങൾ കിട്ടും. അപ്പൊ ഞാൻ അത് എഴുതി വെച്ച് പ്രാർത്ഥിക്കും. അപ്പൊ എന്റെ അടുത്ത് ഒരുത്തൻ ചോദിച്ചു, ഈ ഇടയ്ക്ക് ചോദിച്ച ഒരു ഫ്രണ്ട് ചോദിച്ചാണ്, ഏട്ടാ നീ ബൈബിൾ വന്നു, നിനക്ക് കോച്ചിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും വാഗ്ദത്തം ഉണ്ടോ? ഞാൻ പണ്ടേ ആദ്യമേ കിട്ടിയതാണ് പറഞ്ഞു. അതെങ്ങനെ കോച്ചിങ്ങിനെ കുറിച്ച് എന്താണ് വാഗ്ദത്തം ഉള്ളത്? എക്സോഡസ് 35:34 ഇതിൽ എഴുതിയിട്ടുണ്ട്, ബെസലേൻ ഓയിലിയാവിന് വിദ്യ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് ദൈവം കൊടുക്കുന്നുണ്ട്. ഞാൻ അത് എനിക്കായിട്ട് ഏറ്റെടുത്ത് പഠിച്ചു. ഞാൻ ഗ്രൗണ്ടിൽ പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ ഈ വാഗ്ദത്തം എന്റെ ലൈഫിൽ നിറവേറണം. അതുകൊണ്ട് എന്തായി, ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു കഴിവില്ലാത്ത ഞാൻ കോച്ച് ചെയ്യുന്ന പിള്ളേർ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങി. ഞാൻ കോച്ച് ചെയ്യുന്ന പിള്ളേര് 5 പേര് IPL കളിച്ചു, 3 പേര് ജൂനിയർ ഇന്ത്യ കളിച്ചു. ഒരു കുട്ടി ഇപ്പോഴും ഇന്ത്യ കളിക്കുന്നു. ആ പിള്ളേര് സഞ്ജു സാംസൺ ഇന്ത്യ ഇപ്പോഴും കളിക്കുന്നു. 11 വയസ്സിൽ എൻ്റെ അടുത്ത് വന്നാണ്. എനിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഒന്നും അറിയില്ല, ദൈവം പറഞ്ഞു തന്നല്ല, അതെനിക്ക് ഒന്നും അറിയില്ല. അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ച എനിക്ക് ഇന്നും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയെന്ന് അറിയാത്തൊരു കാര്യമുണ്ട്. ഞാൻ എല്ലാവരും പറയും കർത്താവ് സൗഖ്യമാക്കി. എന്റെ ജീവിതത്തിൽ പല അസുഖങ്ങളും കർത്താവ് സൗഖ്യമാക്കി. പക്ഷെ കർത്താവ് ലൈവ് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. ലൈവ് ട്രാൻസ്ലേറ്റ് ചെയ്യും, ലൈവായിട്ട് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലത്ത് എയർ കണ്ടീഷൻ പോലെ ആക്കുന്ന ഒരു അനുഭവം എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കടപ്പ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കോച്ചിങ്ങിന് വരികയാണ്. കടപ്പ എന്ന് പറഞ്ഞാൽ ഹോട്ടസ്റ്റ് പ്ലേസ് ഇൻ ഇന്ത്യ. സമ്മറിൽ ഇറ്റ്സ് അറൌണ്ട് 50 degrees. അപ്പൊ ഞാൻ പോകുമ്പോഴത്തേക്ക് ഹാർവസ്റ്റ് TVയിലെ ബിബിയെ വിളിച്ചു ചോദിക്കും, ബിബി എവിടെ പോകണം, ഇവിടെ ഏതാണ് പോകേണ്ടത് ചർച്ച്, അങ്ങനെ ബിബി ഒരു അഡ്രസ് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, നേരെ വണ്ടി പിടിച്ച് അവിടെ ചെന്നപ്പോ ഒരു 11:30 മണി സമയത്താണ് ആരാധന. ഒരു വീടിന്റെ മേളിൽ തകര ഷീറ്റ് അടിച്ചതിന്റെ അടിയിലാണ് ആരാധന. കടന്നു ചെന്നപ്പോഴത്തേക്ക് അതിന്റെ അകത്തെന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഓവന്റെ അകത്ത് കയറിയ പോലെ ചൂടും, ഈ തകര ഷീറ്റിലൊക്കെ ഓട്ടയുണ്ട്. അവിടെ നിന്നൊക്കെ വരുന്ന വെയിലടിക്കുന്ന ലേസർ ബീംസ് പോലെ ദേഹത്തടി. എന്തായാലും അവിടെ ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആരാധന തുടങ്ങി തെലുങ്കിൽ. എനിക്ക് ഒരു വാക്കറിയില്ല. ഞാൻ കർത്താവെ, ഞാൻ ഇവിടെ വന്ന് ഞാൻ ഈ ചൂടത്തിരിക്കുകയും ചെയ്യുന്നു, ഇത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. ആ മിനിറ്റ് തൊട്ട് ലൈവ് ട്രാൻസ്ലേഷൻ. എനിക്ക് ഇന്നും വാക്കുകൾ ഓർമ്മയുണ്ട്. ഭയം ലേതു വിജയം മനത്, പേടിക്കണ്ട, ഒന്നും ഭയപ്പെടേണ്ട, വിജയം നമുക്കുള്ളതാണ്. ആ അന്തരീക്ഷം അങ്ങ് തണുത്ത് ആ 2 മണിക്കൂർ ആരാധിച്ച് എങ്ങനെയെന്ന് എനിക്കൊന്നും അറിയാം. പക്ഷെ വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ എന്റെ ചെവിയിൽ എങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു പറയണ എന്താണെന്നുള്ള. ഒരുപക്ഷെ തെലുങ്കിലിരുന്ന് ആരാധിച്ച ആന്ധ്രാപ്രദേശിലെ ആൾക്കാരെക്കാളും കൂടുതലായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതേപോലെ ഒരു അനുഭവം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് നമ്മുടെ സംസാരിക്കുമോ? ഉറപ്പായിട്ട് സംസാരിക്കും. ഇത് നടന്നത് സൗത്ത് ആഫ്രിക്കയില് ഞങ്ങൾ ഇന്ത്യൻ ടീമിന്റെ കൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരിച്ചു വരുമ്പോൾ ടീം 2 ഗ്രൂപ്പാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ ജോബർഗിൽ പോയിട്ട് കേപ്പ് ടൗണിൽ നിന്ന് ജോബർഗിൽ പോയിട്ട് ജോബർഗിൽ തിരിച്ച് മുംബൈയിൽ നിന്ന് ഇങ്ങോട്ട് വരണ്ട. ആദ്യത്തെ ഒരു ഗ്രൂപ്പ് പോകുമ്പോൾ അവർക്ക് പോയ ശേഷം 1.5-2 മണിക്കൂർ ശേഷമാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പൊ എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സ്, ഒരേപോലത്തെ ബാഗാണ്. അപ്പൊ ഞാൻ പകുതി ഉറക്കത്തിൽ എന്റെ ഫ്രണ്ടിൽ ഇരുന്ന ബാഗിന്റെ അകത്ത് എന്റെ പാസ്പോർട്ടും ടിക്കറ്റും വെച്ച്. അപ്പൊ ആദ്യത്തെ ഗ്രൂപ്പ് പോയി, എല്ലാവരും പോവാന്നൊക്കെ പറഞ്ഞു പോയി.
പിന്നെ ഉറങ്ങി എൻ്റെ മനസ്സിൽ ലൗഡായിട്ട് സൗണ്ട്, നിന്റെ പാസ്പോർട്ടും ടിക്കറ്റും ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ബാഗ് ഉറങ്ങിയ പാസ്പോർട്ടും ഇല്ല, ടിക്കറ്റും ഇല്ല. ഇത് എവിടെ പോയി എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. അപ്പൊ എൻ്റെ കൂടെ 3-4 പെൺപിള്ളേർ മാത്രമേ ഉള്ളൂ. അവരെല്ലാം കരച്ചിൽ തുടങ്ങി. എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഇല്ല, ടിക്കറ്റ് ഇല്ല. പെട്ടെന്ന് അടുത്ത സ്വരം, നിന്റെ മൊബൈലിൽ ഒരു കോള് മേടിക്കുക, ഒരു കോള് വിളിക്കാനുള്ള ഡാറ്റ ഉണ്ട്, ഒരു കോള് വിളിക്കാൻ നിന്നെ കൊണ്ട് പറ്റും, ഇന്നയാളെ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നേരെ എടുത്ത് വിളിക്കുകയാണ്, ഞങ്ങളുടെ മാനേജർ വിളിക്കുകയാണ്. അപ്പൊ മാഡം, എന്റെ പാസ്പോർട്ടും ടിക്കറ്റും ഇല്ല, അടുത്ത എൻ്റെ നേരെ ഇന്ന ആളുടെ ബാഗിലുണ്ടെന്ന്. എനിക്ക് അറിഞ്ഞുകൂടെ. ഞാൻ പറഞ്ഞു ഇന്ന ആളുടെ ബാഗിലുണ്ടെന്ന്. അപ്പൊ എന്നെ മാഡം ചോദിച്ചു, ബിജു എന്ത് കളി പറയുകയാണ് ഇത്? ഫ്ലൈറ്റ് ഞങ്ങൾ കയറി, ഗേറ്റ് ഈസ് അബൌട്ട് ടു ക്ലോസ്. മാം ഇറ്റ് ഈസ് വിത്ത് ഹിം, പ്ലീസ് ആസ്ക് ഹിം. അദ്ദേഹം പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. മാഡം ചോദിച്ചു നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. ചെക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ബാഗിൽ എന്റെ പാസ്പോർട്ട് ടിക്കറ്റ് അവിടുന്ന് എയറോളജി കൊടുത്ത് എനിക്ക് കയറി വരാൻ പറ്റി. പിള്ളേർ ഷോക്കായത് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം സംഭവിക്കും. ഞാൻ ഭയങ്കര കൂളായിട്ട് എന്താ വായിച്ചോണ്ടിരിക്കും. അപ്പൊ എന്നെ സാർ ടെൻഷൻ ഇല്ല. ഞാൻ പറഞ്ഞു യേശു കൈകാര്യം ചെയ്യുന്നു, എനിക്കെന്ത് ടെൻഷൻ. അതിനുശേഷം പിള്ളേർ ഇപ്പോഴും പറയും, എനിത്തിങ് ഹാപ്പൻസ് ബിജു ഈസ് നോട്ട് ബോതേർഡ് ബിക്കോസ് ഹി വിൽ സേ ജീസസ് വിൽ ടേക്ക് കെയർ ആൻഡ് ജീസസ് ഓൾവേസ് ടേക്സ് കെയർ എന്നുള്ളത്. അതൊരു ഭയങ്കര ഒരു സാക്ഷ്യമായിട്ട്. പിന്നെ എൻ്റെ ലൈഫിൽ കർത്താവിനെ സാക്ഷ്യപ്പെടുത്താൻ കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, BCC എന്ന് പറയുന്നത് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സിന്റെ അങ്ങേയറ്റത്തിന് ഒരുപാട് പ്രാവശ്യം ചവിട്ടി കിട്ടിയിരുന്നു. ഒരുപാട് പ്രാവശ്യവും പലപ്പോഴും ഇന്ത്യൻ ടീമിന്റെ കൂടായിട്ട് എൻ്റെ പേര് സജസ്റ്റായി വന്ന് കഴിയുമ്പോഴത്തേക്ക് അധികാരത്തുള്ള ആരെങ്കിലും പറയും വിൽസൺ ബിജുവിന്റെ നെക്സ്റ്റ് ട്രിപ്പ്. അപ്പൊ അതിനു മുമ്പേ നമ്മുടെ പാസ്പോർട്ടും ഇവരൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ വിളിച്ച് ഗെയിംസ് ഡെവലപ്മെന്റ് മാനേജറുണ്ട് അമിത് സിദ്ധേശ്വർ എന്ന്, അദ്ദേഹത്തെ വിളിച്ചു ചോദിക്കും, അമിത്തെ എന്തായി. അപ്പൊ ലാസ്റ്റിൽ അമിത് എന്നത് ഭായ് ആപ്കോ ഗുസ്സാനേ ആത്താ ക്യാ, എന്നത് ദേഷ്യം നിനക്ക് വരൂല എന്ന് ചോദിച്ചു. അമ്മ ഭായ് ഗുസ്സാ तो आता है बट जो परमेश्वर के ऊपर मैं भरोसा करता है वो बहुत शांत भगवान. അപ്പൊ ഞാൻ അപ്പൊ പറഞ്ഞു, എനിക്ക് ദേഷ്യം വരാനില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഭയങ്കര ശാന്തി തരുന്ന ദൈവമാണെന്ന് പറഞ്ഞു. അയ്യോ, അതേ ഇങ്ങനെ ഒരു മിനിറ്റ് ഇങ്ങനെ ആയിപ്പോയി. അങ്ങനെ ദൈവം പല രീതിയിൽ. പിന്നെ ഞങ്ങളുടെ ഇന്നലെയിൽ നോക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അച്ഛൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പുന്നവലിക്കാരാണ്. തിരുവനന്തപുരത്ത് വരുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ ഭക്ഷ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വരികയായിരുന്നു. നീതിമാനായ മനുഷ്യനായിരുന്നു. ഞങ്ങൾ 4 മക്കൾ വളർന്നു വരുന്നു, ഒറ്റ ശമ്പളം. ഫൈനാൻഷ്യലി വളരെ വളരെ ടൈറ്റ് ആയിരുന്നു. എനിക്ക് കോച്ചിങ്ങിന് പോകാൻ 50 രൂപ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയി യൂണിവേഴ്സിറ്റി കോളേജിന്റെ മതിലിൽ കയറിയിരുന്ന് ഇവര് കോച്ചിങ്ങിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കളഞ്ഞ ഷൂ ഇട്ട് റോഡിൽ കളഞ്ഞ ഷൂ എടുത്തിട്ടാണ് ഞാൻ റോഡിൽ ഓടാനൊക്കെ പോകുമ്പോൾ ഓടിക്കൊണ്ടിരുന്നത്. കല്യാണം കഴിഞ്ഞ ശേഷം തന്നെയാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ജസ്റ്റ് പോകുന്നുള്ളതല്ല, ഒന്നുമില്ല. എനിക്കിപ്പോഴും ഓർമ്മ, ചേട്ടന്റെ മോടെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഞങ്ങൾ 3 പേര്, എൻ്റെ മോന് ഇപ്പം വളർന്ന് അവൻ IT കമ്പനി ജോലിയാണ്, ഒരു കാനഡ ബേസ്ഡ് കമ്പനി സഫിൻ. എനിക്ക് സഫിൻ എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, ഒറ്റ മോന്. അപ്പൊ ഞങ്ങൾ 3 പേരും പോകുമ്പോൾ ഞങ്ങൾ 3 പേര് ഇവിടുന്ന് ബൈക്കിൽ നിന്ന് ട്രിപ്പിൾസ് പോകും. എവിടെയെങ്കിലും ഒരിടത്ത് വെച്ച് മോനെ ഇറക്കി നിർത്തിയിട്ട് വൈഫിനെ കൊണ്ട് കല്യാണം കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ച് ഇവനെ ഒന്ന് വിളിച്ചിട്ട് കൊണ്ടുപോകും. തിരിച്ചു ഇതേ റിപ്പീറ്റ്. അവിടുന്ന് ദൈവം നിന്ന് ഞങ്ങളെ നടത്തി. വാടക വീടുകൾ മാറി മാറി താമസിച്ച ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് വീടല്ല വീടുകളുണ്ട്, വാഹനമല്ല വാഹനങ്ങളുണ്ട്. ദൈവം തന്നത് ഒരിക്കലും ഞാൻ വിചാരിക്കുന്ന ദൈവം നമുക്ക് തരുന്നത് നമ്മുടെ ഇതിനു വേണ്ടിയില്ല, ദൈവത്തെ മഹത്വപ്പെടുത്താനും അനേകർക്ക് കൊടുക്കാനും ദൈവത്തിലേക്ക് സഹായിക്കാനും. അതിനൊക്കെ ദൈവം ഒരുപാട് എംപവർ ചെയ്യും. കിട്ടിയതിന് ഒന്നൊന്ന് മേജർ റീസൺസ് എന്ന് ഞാൻ കാണുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് കൊടുക്കുന്ന കൺസെപ്റ്റ് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞങ്ങളൊരു പ്രെയർ മീറ്റിങ്ങിന് പോയപ്പം അന്നത്തെ നടത്തിയിരുന്നത് അങ്കിള് പ്രാർത്ഥിച്ചിട്ട് ഈ വെളിയിൽ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ സുവിശേഷ വേല നടത്തുന്നിടത്ത് ഒരു ചർച്ച് കെട്ടാനായിട്ടാണെങ്കിൽ ഇത്ര രൂപ മതിയാവുന്നു. അപ്പൊ തിരിച്ച് ഞാനും വൈഫും കൂടെ ബൈക്കിങ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ സ്വരൂപിച്ച് കുറച്ച് പൈസ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു ആ പൈസ ഞാൻ കൊടുത്താലോ, നമുക്ക് എന്തായാലും വീട് കെട്ടാതെ തികയില്ല. അവിടെ ഒരു ചർച്ച ആയാലോ. അപ്പൊ തന്നെ അങ്കിളിനെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്കിളെ ഞങ്ങളുടെ വീട് വരെ ഒന്ന് വരുമെന്ന് ചോദിച്ചു. ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് ലവ്ലിയ പൈസ കൊടുത്തപ്പോ അങ്കിള് മേടിച്ചിരുന്നു. നിങ്ങളുടെ വീട് ഇങ്ങനെ ഇരിക്കുന്നു, നിങ്ങളെ തന്നെ വീട് മേടിച്ച എങ്ങനെ ഇരിക്കുന്നു. പക്ഷെ ദൈവം അത് മാനിച്ചു. ഞങ്ങൾക്ക് നല്ല എന്താ പറയണ, പ്രതീക്ഷിക്കുന്നതിലൊക്കെ വലിയ രീതിയിൽ വീടുകള് എല്ലാം തന്നെ മാനിച്ചു. കർത്താവ് ഒന്നിനും കടക്കാരനല്ല. ഞാൻ ഒറ്റ കാര്യം ലൈഫിൽ ചെയ്തിട്ടുള്ളത്, ഒരു യോഗ്യതയില്ലെങ്കിലും
എവിടെ പോകുമ്പോഴും ഞാൻ ആലോചിച്ചു, ദൈവമേ ഈ സ്ഥലത്ത് പോയിരിക്കാൻ എനിക്ക് യോഗ്യത ഉണ്ടോ? പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ക്രിക്കറ്റില് ഉള്ളവർക്ക് അറിയാം, എന്ന് വെച്ചാൽ ക്രിക്കറ്റിലെ ലെജൻഡ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ് ജാക്ക് കാലിസ്, വാസിം അക്രം. അവരുടെ കൂടെ ഡഗ് ഔട്ടിൽ ഞാൻ അവരുടെ കൂടെ കോച്ചായിട്ടിരിക്കുകയാണ്. എനിക്ക് ഒരു യോഗ്യതയില്ല. ഞാൻ പെട്ടെന്ന് ആലോചിച്ച് ഇപ്പുറത്ത് വീണ ദൈവമേ നീ എന്നെ എവിടെ കൊണ്ട് ഇരുത്തിയല്ല. അത് അന്നും 2013 തൊട്ട് ഇന്ന് 2025 വരെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം, എനിക്കൊരു യോഗ്യതയില്ല, എന്റെ കഴിവല്ല, എന്റെ കർത്താവ് എന്നെ നടത്തിയതല്ല, അതെനിക്ക് ഒരു യോഗ്യതയില്ല. ഞാൻ ഒന്ന് മാത്രം നന്ദി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയോ കഴുത്തൊടിഞ്ഞ് മരിച്ചുകൊണ്ട് കഴുതിയ ദൈവം കണ്ട് അതിന്റെ മേളിൽ കയറി. നിങ്ങളെ ഇതാണ് എന്റെ സാക്ഷ്യം. ഇത്രയും സമയം തന്നതിന് വളരെ നന്ദിയുണ്ട്. എന്നെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഭാര്യ ലൗലി, മോന്റെ പേര് രാഹുൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ബിജു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കണം. കാരണം ദൈവം ഓരോരുത്തരെ ഓരോ സ്ഥാനത്താക്കുന്നതിന് ദൈവത്തിന് ഒരു പരിപാടിയുണ്ട്. ആ പരിപാടി നമുക്കും പലപ്പോഴും അറിയത്തില്ല. ഞാൻ പ്രിയ ബിജു സാക്ഷി പറഞ്ഞപ്പോൾ അതിനോട് ചേർന്ന് എൻ്റെ സാക്ഷ്യം പറയാൻ പോയാൽ ഇന്നങ്ങും തീരത്തില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഞാൻ ബ്രിസ്റ്റൽ മയേഴ്സ് സ്ക്വിബ് എന്ന കമ്പനിയിൽ ജോലിക്ക് ചെല്ലുമ്പോൾ ഞാനത് ദൈവം നമ്മളെ അർഹതയില്ലാത്തടത്ത് ഇരുത്തുന്ന ഒരു ദൈവം, അത് അദ്ദേഹം പറഞ്ഞപ്പോൾ അതിനോട് ചേർത്ത് ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം ജോയിൻ ചെയ്യാൻ ചെന്നപ്പോൾ അവിടെ ഡിപ്പാർട്ട്മെന്റ് മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഹെഡ് വന്നിട്ടില്ല. അതിനു മുമ്പേ ഞാൻ ചെന്നു. ഡിപ്പാർട്ട്മെന്റ് മാനേജ് ചെയ്യുന്ന ഒരാളുണ്ട്. അദ്ദേഹം 65 വയസ്സുള്ള ഒരു യഹൂദ അനാണ്. അദ്ദേഹം എന്നെ ഒരു ഓഫീസ് കാണിച്ചേച്ച് പറഞ്ഞു, ദാറ്റ് ഈസ് യുവർ ഓഫീസ് പറഞ്ഞു. I don't know why the boss asked me to put you in that office. That belongs to a person who is 2 ranks above you. I pray that you will grow into that office. ഞാൻ 13 വർഷം ആ കമ്പനി ജോലി ചെയ്തു. I never changed the office, but I grew into that office. I got promoted to the level for which that office was designed for. ആ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്നല്ല, നമ്മളെ എവിടെ ആക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ പാതയിൽ നമ്മൾ എത്തിച്ചേരുവാനായി നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഞാൻ ദൈവം എന്നെ ഏൽപ്പിച്ച 2 ചിന്ത പറഞ്ഞിട്ട് പാസ്റ്റർ VC മാത്യു നമ്മളോട് കൂടെയുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ച് ആശീർവാദം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ചിന്തിപ്പിച്ച, നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞതിൻ്റെ ദിവസമാണ്, അതിൻ്റെ അടുത്ത ദിവസമാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നവർ. നമ്മൾ പല ക്രിസ്തീയ സാമുദായിക വിഭാഗങ്ങളിൽ പെട്ടവരാണ്. ചിലർ ക്രിസ്മസ് ആഘോഷിക്കും, ചിലർ ക്രിസ്മസ് ആഘോഷിക്കത്തില്ല. ഇതിനൊക്കെ സഭാപരമായും ഒക്കെ പല പല കാരണങ്ങളുണ്ട്. കാരണം ക്രിസ്മസ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യലൈസ് ചെയ്ത് പോയിട്ടിരിക്കുന്ന കാലമാണ്. ക്രിസ്തു ഇല്ലാത്ത ക്രിസ്മസ് ആഘോഷിക്കുന്ന കാലമാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് ഡിസംബറിലാണോ ജനിച്ചത്? എനിക്കറിയത്തില്ല. വേദപുസ്തകത്തിൽ അതിനുള്ള തെളിവുകളില്ല. എന്നാൽ ക്രിസ്മസ് ഡിസംബറിൽ ആചരിക്കുന്നു. എന്നാൽ അതിൻ്റെ പുറകിൽ എന്തുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളും മാസങ്ങളും ഒന്നും ആചരിക്കരുതെന്ന് ഒക്കെ പറയും. എന്നാൽ യഹൂദന് ദൈവം കൽപ്പന കൊടുത്തപ്പോൾ പ്രത്യേകിച്ച് യഹൂദന് ചില ഉത്സവങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് യഹൂദന് കൊടുത്തേക്കുന്ന ഒരു പെരുന്നാളാണ്, കൂടാര പെരുന്നാൾ. അങ്ങനെ പല പെരുന്നാളുകളുണ്ട്. അവർക്ക് ഈ പെസഹ പെരുന്നാളുണ്ട്. ഇതിൻ്റെ എല്ലാം പുറകില് ഉള്ള ഒരു കാര്യമുണ്ട്. ആ ദിവസത്തെ ഓർക്കുക എന്നുള്ളത് മാത്രമല്ല, യഹൂദന്റെ ഇന്നും ഇവിടെ അമേരിക്കയിലുള്ള യഹൂദ, എനിക്ക് പല ജൂയിഷ് ഫ്രണ്ട്സ് ഉണ്ട്. അവര് പറയും
ഈ പെരുന്നാളിന്റെ ദിവസങ്ങളിൽ ഇവര് വീടുകളിൽ കുടുംബമായിട്ട് കൂടുമ്പോൾ കുടുംബത്തിലെ ഏറ്റവും പ്രായമുള്ള ആള് ഇതിന്റെ ചരിത്രം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ തോറായുടെ അടിസ്ഥാനത്തിൽ ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തോറ കഴിഞ്ഞ് ഉള്ള കാലങ്ങളിൽ, കാരണം രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ദൈവം ഇവരെ എങ്ങനെ നടത്തി, ഇവരെങ്ങനെ ഇവിടെ ആയിരിക്കുന്നു, ഇത് പറഞ്ഞ് 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 മനസ്സിലാക്കും. ഇതെന്തിനാണെന്ന് വെച്ചാൽ തലമുറകൾ ദൈവം നടത്തിയ വഴികളെ കുറിച്ച് മറന്നു പോകാതിരിക്കേണ്ടതിന് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കടമ നമ്മൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. നമ്മൾ ഈ അമേരിക്കയിലായിരിക്കുന്നവര്, ഇന്ത്യയിലായിരിക്കുന്നവർ ക്ഷമിക്കണം, ഇന്ത്യയിലായിരിക്കുന്നവർ ഓർക്കണം, നമ്മൾ ഇന്ന് ആയിരിക്കുന്ന നിലയിൽ നമ്മൾ ആയത് എങ്ങനെ എന്ന്. ഇപ്പം ബിജു പറഞ്ഞു, ഒന്നുമില്ലാത്ത ഇരുന്നിടത്ത് നിന്നും ദൈവം എന്നെ ഇങ്ങനെ ആക്കി, ദൈവം കൊണ്ടുവന്ന വഴികളെ കുറിച്ച് പറയേണ്ട ആവശ്യം നമുക്കുണ്ട്. അപ്പോൾ ക്രിസ്മസ്, ഞാൻ എടുത്ത സബ്ജക്റ്റ് വൈ സെലിബ്രേറ്റ് ക്രിസ്മസ്. ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്ന, ക്രിസ്തു ജനിച്ചു, ക്രിസ്തുവിന്റെ ജനനത്താൽ പുറംജാതികളായിരുന്ന നമ്മൾക്ക് ക്രിസ്തുവിന്റെ മരണത്താൽ പുനരുദ്ധാനത്താൽ പിതാവിന്റെ അടുക്കലേക്കുള്ള പ്രവേശനം ലഭിച്ചു. അതിനപ്പുറമായി ക്രിസ്മസ് ആഘോഷിക്കുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് നോക്കാം. നമ്മൾ നോക്കുമ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്മസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രിസ്തു ജനിച്ച ദിവസം. ഇറ്റ് ഈസ് ദ ഡേ ഓഫ് ദ ഫുൾഫിൽമെന്റ് ഓഫ് ദി പ്രോമിസ് ആൻഡ് പ്രോഫസി ഓഫ് ഗോഡ്. ദൈവം ചെയ്ത വാഗ്ദത്തങ്ങളുടെയും പ്രവാചകന്മാരിൽ കൂടി സംസാരിച്ച ശബ്ദങ്ങളുടെയും നിവർത്തീകരണം ഉണ്ടായ ദിവസം ആണ് ക്രിസ്മസ് ദിവസം. ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വായും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ സാത്താനോട് ദൈവം പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ ദൈവം പറയുന്നവർ, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത് നിവർത്തിയാകാൻ ദൈവത്തിന്റെ ഏകപുത്രൻ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച ദിവസമാണ്. നമ്മളുടെ ദൈവം കാലങ്ങളായി പ്രവചിച്ചിട്ടുള്ള, കാരണം നമ്മൾ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ പഠിച്ചു നോക്കുമ്പോൾ കർത്താവിന്റെ വരവിനെ കുറിച്ച് ഒരുപാട് പ്രവചനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ എപ്പോഴും വായിക്കുന്നത് ഏതാണ്? യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എന്തുവാ? അതിന്റെ 6-ാം വാക്യം, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യനാം പിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ പറഞ്ഞേക്കുന്നത് നിവർത്തിയായ. കാരണം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയ കാലങ്ങള് ഇവര് കാത്തിരുന്നു. നമ്മൾ ഓരോരുത്തരും ഇതിന് നമ്മളുടെ ജീവിതവുമായിട്ടുണ്ടോ എങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുന്നത്? ഇസ്രായേൽ ജനതയോടും ലോകത്തോടും ദൈവം ചെയ്ത പ്രോമിസും ഇസ്രായേൽ ജനതയോട് ദൈവം ചെയ്ത പ്രവചന വാക്യങ്ങളും നിവർത്തി. രാജു ബ്രദർ പറഞ്ഞപ്പം പറഞ്ഞു പ്രവചനം ശരിയാണെന്ന് പറഞ്ഞു. ദൈവം പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ സമയത്ത് നമുക്ക് വരുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം. ഓരോരുത്തരും ഓരോ സമയം വെച്ച് ഇപ്പോഴായിരിക്കും എന്ന് പറഞ്ഞ് കാത്തിരുന്നു. എന്നാൽ കാലസമ്പൂർണതയിൽ കർത്താവ് ലോകത്തിൽ വന്നു.
ദൈവം അതിനൊരു സമയം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് ഇത് നടന്നത്. നമ്മളിത് പഠിച്ചു നോക്കുമ്പോൾ സമാധാന പ്രഭു എന്ന് പേരുള്ളവൻ ജനിച്ചത് അസമാധാനത്തിന്റെ മൂർത്തീകരണത്തിന്റെ സമയത്താണ്. ഇസ്രയേൽ കാത്തിരിക്കുന്ന മശിഹ വരുന്നത് ഇസ്രയേലിന്റെ അടിമത്വത്തിന്റെ ഏറ്റവും, കാരണം ബാബിലോണിലെ അടിമത്വത്തിൽ പോയി അവിടുന്ന് പിടിച്ചേച്ച് വന്ന അവസാനം റോമാക്കാരുടെ അടിമത്വത്തിൽ കിടക്കുന്ന ജനത്തിന്റെ മധ്യത്തിൽ, അന്ധതയിൽ ഇരിക്കുന്ന ജനത്തിന്റെ മധ്യത്തിൽ പ്രതീക്ഷകൾ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ പ്രവാചകനിൽ കൂടെ സമാധാനം നൽകുന്നവൻ സമാധാനം ഇല്ലാത്ത ഒരു ദേശത്ത് അസമാധാനത്തിന്റെ നടുവിൽ ജനിച്ചു. നമ്മൾക്ക് ഓരോരുത്തർക്കും ഇന്ന് സമാധാനമില്ല എന്ന് നമ്മൾക്ക് തോന്നുന്നെങ്കിൽ നമ്മളുടെ അസമാധാനത്തിന്റെ നടുവിലേക്ക് വിടുതലായി ജനിക്കുവാൻ മതിയായവനാണ് നമ്മുടെ ദൈവമെന്ന് നമ്മൾ വിശ്വസിക്കണം. സാക്ഷ്യത്തിൽ കൂടെ നമ്മൾ അത് കേട്ടതാണ്. എനിക്ക് ഹോപ്പില്ല, ഞാൻ എവിടെ രക്ഷ പ്രാപിക്കും, ഞാൻ എവിടെ രക്ഷ കാണും എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ദൈവം പറഞ്ഞിട്ട് ഞാൻ സമാധാന പ്രഭുവാണ്. സമാധാന പ്രഭുവായവൻ നിന്റെ ജീവിതത്തിൽ നിത്യശാന്തി നൽകാനായി ജനിച്ച ദിനമാണ് ക്രിസ്മസ്. അതുകൊണ്ട് നമ്മൾ അത് ആഘോഷിക്കണം. അതിൻ്റെ ഡേറ്റിന്റെ ഇതല്ല, ആ പ്രക്രിയയിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ദൈവം, അവർ ഗോഡ് ഈസ് എ പ്രോമിസ് കീപ്പർ. ദൈവം വാക്ക് പറഞ്ഞിട്ട് മനുഷ്യനെ പോലെ വാക്ക് മാറി പോകുന്നവൻ അല്ല. പിന്നെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വന്ന് നോക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ യെരുശലേമിൽ ശിമിയോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ നീതിമാനും ഇസ്രയേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിൽ അവന് അരുളപ്പാട് ഉണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു. യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടു ചെന്നപ്പോൾ അവൻ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രയേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ശിമയോനോട് ഒരു പ്രോമിസ് ഉണ്ടായി. കാരണം ആ ദൈവം ആ പ്രോമിസ് കീപ്പ് ചെയ്യുന്നതിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ശിമയോനെ വയസ്സായി, എന്നാലും ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ടു ദി ടെമ്പിൾ. അവിടെ ചെന്നപ്പോൾ തൻ്റെ പ്രതീക്ഷയായിരുന്ന മശിഹായുമായി മാതാപിതാക്കൾ കടന്നു വരും. ശിമയോനോട് ചെയ്ത പ്രോമിസ് അത് പൂർത്തിയായി എന്ന് ശിമയോന് ബോധ്യമായപ്പോൾ ശിമയോൻ പറയുന്നത്, ലെറ്റ് മീ ഗോ, ഞാൻ ഇത്രയും നാൾ ജീവിച്ചു, എന്നോടുള്ള പ്രോമിസ് നീ. ദൈവം ഒരു സമൂഹത്തോട് മാത്രമല്ല, ഒരു ജാതിയോട് മാത്രമല്ല, ഓരോ വ്യക്തികളോടും ചെയ്യുന്ന പ്രോമിസ് ദൈവത്തിന്റെ സമയത്ത് ദൈവം നിവർത്തിക്കും. ശിമയോൻ അതാണ് കാണിക്കുന്നത്. ശിമയോനോട് വ്യക്തമായി പേഴ്സണൽ പ്രോമിസ് ആയിരുന്നു, ആ രക്ഷ നീ കാണുന്നിടം വരെ നീ മരിക്കത്തില്ല. ആൻഡ് ഹി ബിലീവ്ഡ് ഇറ്റ്. നമുക്ക് പലപ്പോഴും വരുന്ന കുഴപ്പമില്ല, പ്രോമിസുകൾ കേൾക്കും. പ്രവചന ശുശ്രൂഷയുള്ള റോയ് പാസ്റ്റർ ലൈനിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. നമ്മള് അത് മനുഷ്യന്റെ ശബ്ദമായി പലപ്പോഴും എടുക്കുമെന്ന്. 2,
അത് ഹൃദയത്തിൽ സംഗ്രഹിക്കത്തില്ല. രാജു ബ്രദർ തന്റെ സാക്ഷ്യത്തിൽ പറഞ്ഞു, ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിന്റെ നിവർത്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ശിമയോൻ കാത്തിരിക്കുകയാണ്. ശിമയോന് എത്ര വയസ്സുണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. ശിമയോന് പ്രായം വളരെ ഏറിയ ആളായിരുന്നു എന്ന് അറിയാം. അപ്പം എത്രയോ വർഷം തനിക്ക് ചെയ്ത ആ പ്രോമിസ്, എന്നോട് ചെയ്ത പ്രോമിസിന്റെ ആ പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ സമാധാനം മാത്രമല്ല, ജാതികളുടെ രക്ഷയ്ക്കും. അപ്പം ആ ക്രിസ്തുവിന്റെ മശിഹായുടെ പൂർണ്ണമായിട്ടുള്ള ആ രൂപത്തെക്കുറിച്ച്, ആ മിഷനെ കുറിച്ച് വ്യക്തമായ അറിവുള്ളവനായിരുന്നു ശിമയോൻ. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ഒരു ദൈവത്തെ ആണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇതിനോട് ചേർന്ന് ഒരു ചിന്തയോടെ പറഞ്ഞിട്ട് ഞാൻ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ച ഒരു കാര്യം, അത് പുതുവർഷത്തേക്ക് പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ മൈക്ക പ്രവചനത്തില് 5-ാം അധ്യായത്തിലെ 2-ാം വാക്യം, നീയോ ബേത്ലഹേം എഫ്രയത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിന് അധിപനായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. കാരണം എഫ്രാത്തയും ബേത്ലഹേമും ഇസ്രയേൽ ജനം തള്ളുക, ദാവീദിന്റെ നഗരമൊക്കെയാണ് കാര്യം. പക്ഷേ അവിടെ ഈ അപ്പത്തിന്റെ പട്ടണമായ ബേത്ലഹേമിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ എന്തോ ഈ ക്ഷാമം ഉണ്ടായി. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്, നിന്ദിക്കപ്പെട്ട ഒരു ആയിരുന്നു ബേത്ലഹേം. അവിടെ നിന്ന്, അതുകൊണ്ടാണ് പലർക്കും വിശ്വസിക്കാൻ കഴിയാതെ വന്നത്. കർത്താവ് ബേത്ലഹേമിലാണ് ജനിക്കുന്നെന്ന് പറഞ്ഞെങ്കിലും നസറേയനായ യേശു എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബേത്ലഹേമിൽ തന്നെ എനിക്ക് ഇസ്രയേലിന് അധിപനാകേണ്ടവൻ ആർക്ക് വേണ്ടിയിട്ട്? ദൈവത്തിന് വേണ്ടിയിട്ട് ബേത്ലഹേമേ നിന്നിൽ ഉണ്ടാകും. നമ്മൾ എത്ര ചെറിയവരായിരുന്നാലും ദൈവത്തിന് നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ അനേകർക്കുടെ വിടുതലിനായി ഉള്ളവൻ നമ്മിൽ ജനിക്കുവാൻ, നമ്മിൽ കൂടെ ജനിക്കും. എന്നാൽ നമ്മെ അതിനുവേണ്ടി രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ ഒന്നും ആയിരിക്കില്ല. മനുഷ്യൻ നിഗ്ലക്റ്റ് ചെയ്ത് നിന്ദിച്ചിട്ടേക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം നമ്മൾ. എന്നാൽ നമ്മെ ദൈവമഹത്വത്തിന് വേണ്ടി, കാരണം അത് പറയുന്നത് ഇസ്രയേലിന് അധിപതിയാകേണ്ടവൻ നിന്നിൽ, ദൈവജനത്തെ വിടുവിക്കേണ്ടവൻ നമ്മളുടെ ഇടയിൽ, ഇതിനകത്ത് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന 70 വരം ആളുകളിൽ ഉണ്ട്. അവരെ ദൈവം വിടുവിക്കും. അവരിൽ ദൈവം തൻ്റെ മഹത്വം എടുക്കും. അത് ക്രിസ്മസ് വിളിച്ച് കാണിക്കുന്നതാണ്. കാരണം ദൈവത്തിന്റെ പ്രോമിസസ്, ബേത്ലഹേമിൽ നിന്ദിക്കപ്പെട്ടിരിക്കുന്ന ബേത്ലഹേമിൽ ക്രിസ്തു ജനിച്ചു. ശിമയോനോട് ചെയ്തിരുന്ന പ്രോമിസ് ദൈവം നിവർത്തീകരിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ചെയ്ത പ്രോമിസ് ദൈവം നിവർത്തിച്ചു. ദൈവം പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുന്നത്. ക്രിസ്തുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും ആഘോഷിക്കുന്നത് പോലെ ജനനം ഇല്ലെങ്കിൽ മരണവും ഉയർത്തെഴുന്നേൽപ്പും ഉണ്ടോ? നമ്മൾ ചിലത് ആഘോഷിക്കുന്നത് അടുത്ത തലമുറയ്ക്ക് നമ്മൾ ഈ വിശ്വസിക്കുന്നത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ. എന്താണ് ക്രിസ്മസ്? വൈ ആർ യു സെലിബ്രേറ്റിംഗ് ക്രിസ്മസ്? ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ്, ഇറ്റ് ഹാസ് മോർ മീനിങ്. എൻ്റെ വിശ്വാസത്തിൻ്റെ, എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ അറിവിൻ്റെ കൂടുതൽ അടിസ്ഥാനങ്ങൾ അതിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. കാരണം പ്രോമിസുകൾ ലഭിച്ചിട്ട്
നിവർത്തീകരിക്കപ്പെടാത്ത പലരും ഈ പ്ലാറ്റ്ഫോമിൽ കാണും. അവരോട് പറയാനുള്ളത്, ദൈവം ഒരിക്കലും വാക്ക് മാറത്തില്ല. ദൈവത്തിന് ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ദൈവം തൻ്റെ പ്രവൃത്തി തികച്ചെടുക്കും. ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മൾ അതാണ് ഓർക്കേണ്ടത്. മൈ ഗോഡ് ഈസ് എ ഗോഡ് ഹൂ വിൽ കീപ് ഹിസ് പ്രോമിസസ്. No matter what happens, no matter what the surrounding says, no matter what other people says, he is a miracle working God. ദൈവം പറഞ്ഞിട്ടുണ്ടോ അത് നിവർത്തിക്കും. ഞാൻ ന്യൂ ഇയറിലേക്ക് ഉള്ള ഒരു കാര്യം പറഞ്ഞാൽ, ഇന്ന് രാവിലെ ഞാൻ കേട്ടപ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ച് ഞാൻ കുറച്ചു നേരം അതിനെക്കുറിച്ച് ചിന്തിച്ചു. കാരണം ഇതിനോട് ചേർത്ത ഞാൻ പറയുന്നത്, പലപ്പോഴും എന്തുകൊണ്ടാണ് നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയാത്തത്? ആരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ദൈവശബ്ദം എന്തുകൊണ്ടാണ് കേൾക്കാൻ കഴിയാത്തത്? നമ്മൾ ബിസിയാ ആൻഡ് വി ക്രിയേറ്റ് അൺനെസസറി ബിസിനസ് അല്ലേ? ഇല്ലാത്തതൊക്കെ വലിച്ചു കൂട്ടി നമ്മൾ ഒരുപാട് തന്നെത്താനെ അങ്ങ് ബിസിയാകും. എന്നാൽ ദൈവത്തിന് പറയാനുള്ളത് 46-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യം എന്തുവാ? ബി സ്റ്റിൽ ആൻഡ് നോ ഐ ആം ഗോഡ്. അല്ലേ? ദൈവം മലയാളത്തിലെ ട്രാൻസ്ലേഷൻ അല്പം പെശക. മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. അങ്ങനെ സ്റ്റിൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മിണ്ടാതെ ഇരിക്കാനല്ല. സ്റ്റിൽ എന്ന് പറഞ്ഞാൽ അനങ്ങാതെ ഇരിക്കാനാണ് പറയുന്നത്. നമ്മളുടെ ദൈവം ആരാണ്? 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് എന്തുവാ? ഹി ലീഡ്സ് us to still waters. ഞാൻ സ്റ്റിൽ വാട്ടറിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി. സ്റ്റിൽ വാട്ടർ എന്ന് പറയുന്നത് ഒഴുക്കില്ലാത്ത വെള്ളമല്ല. അതിൻ്റെ അടിയിൽ കൂടെ ഒഴുക്കുണ്ട്. മോളിൽ ശാന്തമാണ്. അടിയിലത്തെ ഒഴുക്ക് കൊണ്ട് ചേറും ആൽജിയും ഒക്കെ മാറിപ്പോയിട്ട് കുടിക്കാൻ തക്കതായ ശുദ്ധിയുള്ള വെള്ളത്തിനടുത്തേക്കാണ് ദൈവം കൊണ്ടുവന്നത്. അല്ലാതെ ശുദ്ധിയില്ലാത്ത കലങ്ങി മറിഞ്ഞ് ചേറ് അടിഞ്ഞ് കിടക്കുന്ന വെള്ളത്തിൻ്റെ അടുത്ത്. അപ്പം ബി സ്റ്റിൽ. എന്നാൽ എന്നെ ഏറ്റവും അധികം ഈ ഭാഗത്ത് ചിന്തിപ്പിച്ചത് ഈ മെസ്സേജ് ട്രാൻസ്ലേഷനിൽ ഈ വാക്യം Psalms 46 verse 10 പറയും, step out of the traffic, take a long loving look at me, your high God, above politics, above everything, shifting focus from worldly noise to God's supreme presence and power, contrasting with traditional versions. Be still and know that I am God. By emphasizing active contemplation and recognition of God's ultimate authority amidst global turmoil. നമ്മളുടെ ചുറ്റുപാടും നടക്കുന്ന ടെർമോയിലുകളുടെ നടുവിൽ, get out of the traffic, be still. നമ്മൾക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാര്യമില്ല. വി ആർ നോട്ട് സ്റ്റിൽ. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും അടുപ്പയിൽ എന്താ ഇരിക്കുന്നത്, അല്ലെങ്കിൽ കൊച്ചൻ എങ്ങോട്ട് പോയി, കൊച്ചുമോൻ എങ്ങോട്ട് പോയി, അടുത്ത മീൽ എന്തോ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തവാ കഴിക്കുന്നത്. വി ആർ നോട്ട് സ്റ്റിൽ. നമ്മളുടെ മനസ്സ് ശാന്തമല്ല. ശാന്തമായ മനസ്സിൽ ദൈവസന്നിധിയിൽ ശാന്തതയോടെ ഇരിക്കുന്നെങ്കിൽ ഈ 2026 നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രവചന ശബ്ദങ്ങൾ, ദൈവം നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. പക്ഷേ
നമ്മുടെ ബിസിനസ്സിൽ നിന്നും നമ്മളൊന്ന് ഒഴിയണം. ആർട്ടിഫിഷ്യലായി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരുപാട് ബിസി ലൈഫ് നമുക്കുണ്ട്. കാരണം ഞാൻ പല ചെറുപ്പക്കാരോടും സംസാരിക്കുന്ന ഉടനെ അവര് പറയും, ഓ അങ്കിൾ വി ആർ സോ ബിസി. ഞാൻ ചിലരോട് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. 2 ജോലിയും ചെയ്ത് യാതൊരു വിധത്തിലും സഹായവുമില്ലാതെ 2 മക്കളെയും വളർത്തി, എന്നിട്ടും പോകേണ്ടിടത്തൊക്കെ പോയി കാണേണ്ടവരെ എല്ലാം കണ്ടു വളർന്നവനാ ഞാൻ. ഡോണ്ട് ടെൽ മീ വാട്ട് ഈസ് ബിസി ലൈഫ്. എൻ്റെ ജോലി സമയത്ത് ഐ ട്രാവൽഡ് 75% ഓഫ് മൈ ടൈം. ഐ വാസ് ഔട്ട് ഓഫ് ദ ഹൗസ്, ബട്ട് മൈ വൈഫ് took care of my kids and everything in the house. I know what is busy life. ഈ ബിസി ലൈഫിൻ്റെ ഈ ഇടയ്ക്ക് ശാന്തമായി സ്റ്റില്ലായി ദൈവസന്നിധിയിൽ ഇരിക്കാൻ നമ്മൾ ഓരോരുത്തരും 2026 അല്പസമയം ചിലവാക്കണം. ലോകത്തിൻ്റെ സകല ചിന്തകളും വിട്ടിട്ട്, എൻ്റെ വേദനകളോ എൻ്റെ ദുഃഖങ്ങളോ എൻ്റെ പ്രയാസങ്ങളോ ഇതെല്ലാം ഒന്ന് വിട്ടിട്ട്, ഐ വാണ്ട് ടു ഹിയർ യുവർ വോയിസ്. എന്നെക്കുറിച്ചുള്ള നിന്റെ ഹിതം എന്തെന്ന് സംസാരിക്കുവാൻ ശിമെയോനോട് സംസാരിച്ച ദൈവം ഇന്നും സംസാരിക്കുവാൻ മതിയായവനാകയാൽ, ദൈവമേ നീ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് ശാന്തരായി നിശ്ചലരായി നമ്മൾ അല്പസമയം, ഒരുപാട് മണിക്കൂറുകളൊന്നും ചെലവഴിക്കണമെന്ന് ഞാൻ പറയത്തില്ല, അല്പസമയം ദൈവസന്നിധിയിൽ നമ്മൾക്ക് ഇരിക്കുവാൻ കഴിയുമെങ്കിൽ 2026 ഈ ഡിവൈസിൽ ഉള്ള ഓരോരുത്തരോടും സംസാരിക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. എന്നോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഏറ്റവും സ്റ്റില്ലായിട്ട് യാതൊരു ചിന്തയില്ല. ഇത് പറയുമ്പോൾ എൻ്റെ വൈഫ് എന്നോട് ഇതൊന്നും പറയരുത്. ഞാൻ കുളിക്കാൻ കയറുമ്പോഴാണ്, ബാത്റൂമിൽ നിൽക്കുമ്പോഴാണ്. കാരണം that is the time I have no worries. I don't think about anything. The only thing I think about is taking a shower. അന്നേരം ദൈവം എൻ്റെ അടുത്ത് സംസാരിക്കും. ദൈവം ഓരോ ചിന്തകൾ എൻ്റെ മേൽക്കൊണ്ട്. ഇത് എന്തുവാണ്? നമ്മുടെ എല്ലാ ബിസിനസ്സും ഒഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സമയം ഉണ്ടാകത്തില്ല. എന്നാൽ ഈ 2026 നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു തീരുമാനം എടുക്കണം. ഞാൻ അല്പസമയം, ഒരുപാട് നേരമൊന്നുമില്ല, എത്ര സമയം അവരവരുടെ കൺവീനിയൻസ് അനുസരിച്ച് ഞാൻ നിശ്ചലനായി ദൈവസന്നിധിയിൽ ദൈവശബ്ദം കേൾക്കുക എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തോട് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കും. നമ്മൾ ഓരോരുത്തരും ദൈവശബ്ദം കേൾക്കുക. അടുത്ത വർഷം ഈ സമയത്ത് സാക്ഷി പറയുമ്പോൾ, ഞാൻ ദൈവശബ്ദം കേട്ടു, ദൈവം എന്നോട് ഇന്നത് പറഞ്ഞു, ദൈവം എന്നോട് ഇന്നത് പറഞ്ഞു, ഇന്നത് ചെയ്യാൻ പറഞ്ഞു എന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും സാക്ഷ്യം പറയാം. ഡെഡിക്കേറ്റ് some time and be still in the presence of God. അത് ഇരിക്കുമ്പോൾ എങ്ങനെയാ ഇരിക്കേണ്ടത്? I am God. സകല അധികാരങ്ങളുടെയും മുകളിൽ ഞാനാണ് ദൈവം എന്ന് പറഞ്ഞവനെ ഓർത്തുകൊണ്ട് അവന്റെ സന്നിധിയിൽ സ്റ്റില്ലായിട്ടില്ല. പൊളിറ്റിക്സിനും, ഇത് മെസ്സേജ് വേർഷന് പറയും, പൊളിറ്റിക്സിനും ലോകത്തിലെ എല്ലാത്തിനും ഉപരിയായി ഉള്ളവൻ അവന്റെ സന്നിധിയിൽ നമുക്ക് സ്റ്റില്ലായിട്ടിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. റോയ് പാസ്റ്റർ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനു മുമ്പേ ആർക്കെങ്കിലും വേറെ സാക്ഷി പറയാനായിട്ട് ഇങ്ങനെ എനിക്കൊന്ന് തയ്യാറെടുത്ത് വന്നവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ 1-2 മിനിറ്റ് കൂടെ കൊടുക്കാം, റോയ് പാസ്റ്റർ വരുന്നതിന് മുമ്പേ. റോയ് പാസ്റ്റർ ഇറങ്ങി പോയി. ആരെങ്കിലും സാക്ഷി പറയാൻ ഉണ്ടെങ്കിൽ ഒരു ചുരുക്കമായിട്ട്, അല്ലെങ്കിൽ കർത്താവിന്റെ അതിപരിശുദ്ധ നാമമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഇവിടുത്തെ പ്രഭാതത്തിലും അവിടുത്തെ വൈകിട്ടും നടക്കുന്ന ഈ സൂം മീറ്റിങ്ങിൽ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് ഞാനായിരുന്നു.
പെട്ടെന്ന് ഇന്നലെ രാത്രിയിൽ എനിക്ക് ഒരു ശാരീരിക അസ്വസ്ഥത ഉണ്ടായി, എമർജൻസി പോകേണ്ട വന്നു. അല്പം പ്രയാസമുണ്ട്. രാവിലെ ഇപ്പോഴും വീണ്ടും ഹോസ്പിറ്റലിൽ പോകണം. കൃപയാൽ ഇത്രത്തോളം ദൈവം നടത്തി. ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. നമുക്കൊന്നിച്ചുള്ള ഈ ആത്മീയ കൂട്ടായ്മയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബമായ വലിയ അനുഗ്രഹമാണ്. ഒന്നിച്ചുള്ള പ്രാർത്ഥന അനുഗ്രഹമാണ്. ലിൻഡി ആൻറ്റിയും ലൂസി സിസ്റ്ററും ഞാനും കൂടെ ചില വർഷങ്ങളായിട്ട് ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. വിശിഷ്യാലടീനെ ഓർത്ത് പ്രാർത്ഥിക്കണം. രാവിലെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കടന്നു പോകണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഷൈനി സിസ്റ്ററിന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട മാതാവിന്റെ വിയോഗത്തില് ദുഃഖിക്കുന്ന ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ നിഷ ലൈനിൽ ഉണ്ടായിരുന്നു. ദേ ആർ സ്റ്റക്ക് ഇൻ ന്യൂയോർക്ക് ബിക്കോസ് ഓഫ് ദ സ്നോ. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് മാത്യു ബ്രദറെ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞാൽ. ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പതിവ് പോലെ സന്ധ്യാസമയം ഇന്ത്യയിലെ പ്രഭാതത്തിലും ഇവിടെ ഞാൻ സന്ധ്യാസമയം ഞങ്ങൾക്ക് തിരുസന്നിധിയോട് ചേർന്ന് വരുവാൻ ദൈവം ജീവിതത്തിൽ ചെയ്ത സകല ഉപകാരങ്ങൾക്കായിട്ടും ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ മുഖപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടുത്തെ കൃപയും സാന്നിധ്യവും അവിടുത്തെ ഗൈഡൻസും കർത്താവെ ഞങ്ങളോട് കൂടെ ഇരുന്നു അവിടുത്തെ നല്ല ആലോചനയാൽ ഞങ്ങളെ നടത്തി. ഞങ്ങളുടെ കാലിന് ദീപവും ഞങ്ങളുടെ പാതയ്ക്ക് വെളിച്ചവുമായി ഞങ്ങൾ ഇത്രത്തോളം അവിടെ നടത്തിയതിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. സന്ധ്യാസമയം ഞങ്ങൾക്ക് ഒന്നിച്ച് കടന്നു പാടുവാനും പ്രാർത്ഥിപ്പാനും ഞങ്ങളുടെ സാക്ഷ്യങ്ങളെ കേൾക്കുവാനും ദൈവം സഹായിച്ച അവിടുത്തെ വീട്ടിലേക്ക് സ്തോത്രം ചെയ്യാൻ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുകയാണ്. ദൈവം തങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത സകല ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് സ്തുതി സ്തോത്ര യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് നാൾതോറും ഞങ്ങളുടെ വിശ്വാസ ജീവിതം മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അവസാനമായ കർത്താവിന്റെ ദാസൽ കൂടി നല്ല വചനങ്ങളെ ഞങ്ങൾ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടെങ്കിലും കർത്താവ് തക്ക സമയത്ത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തി തരുന്ന ദൈവം ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യാണ്. ഞങ്ങളങ്ങനെ മഹത്വപ്പെടുത്തുകയാണ്. ജാതികളുടെ ദൈവത്തെ പോലെയല്ല, ദൈവത്തിന് ജീവനുള്ള ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ടല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്ത് ഞങ്ങളങ്ങനെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഉന്നതം വിട്ട് താണിറങ്ങി വന്ന് കാൽവറി ക്രൂശിന്റെ പരമയാഗമായി തീർന്ന് മാനവജാതിയുടെ രക്ഷയ്ക്കും വിടുതലുമായി തീർന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ പിന്നെയും കർത്താവെ ഓർക്കുവാനും അവന്റെ ജനനത്തെ കുറിച്ച് ആഘോഷിക്കുവാനും ലോകം വ്യർത്ഥമായി ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന്റെ രക്ഷിതാവുമായി വാഴുവാൻ കർത്താവിന് പ്രസാദം തോന്നിയതിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങനെ മഹത്വപ്പെടുത്തുന്നു. സന്ധ്യാസമയത്ത് നല്ല കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. സാക്ഷ്യം പറഞ്ഞവരുടെ ജീവിതത്തിൽ അവരുടെ ആവശ്യങ്ങളൊക്കെയും കർത്താവ് കൂടിയിരിക്കണം. രോഗികൾക്ക് സൗഖ്യം കൊടുക്കണം. ആവശ്യങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവ് നിർവഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ പാഴ്മരുഭൂമിയിൽ ജീവിക്കുന്ന നാളൊക്കെയും അങ്ങയുടെ മുഖത്ത് നോക്കി ആശ്വാസം പ്രാപിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ തലമുറകളെ, ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെ, പിഞ്ചു കുഞ്ഞുങ്ങളെല്ലാം അവിടുത്തെ കാര്യങ്ങൾ തന്നെ പ്രാർത്ഥിക്കുകയാണ്. സന്ധ്യാസമയം ഞങ്ങളുടെ ഒന്നിച്ചവിടുന്ന് അനുഗ്രഹിച്ചാട്ട് തിരുനാമം മഹത്വപ്പെടണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്ന് വന്നേക്കും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. താങ്ക് യു മാത്യു ബ്രദറെ. എല്ലാവർക്കും ദൈവനാമത്തില് നന്ദി പറയുന്നു. 2-ാം തീയതി നമ്മൾക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കും. പാസ്റ്റർ ഷാജി എം പോൾ ആയിരിക്കും വചനം സംസാരിക്കുന്നത്. എല്ലാവരും കടന്നു വരിക. സാക്ഷി പറഞ്ഞ ഓരോ കുടുംബങ്ങൾക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. തമ്മിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you all. Happy New Year. Thank you. God bless you all. Thank you.